ഈശോയുടെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കരകവിഞ്ഞൊഴുകുന്നതിന് നമ്മൾ ഇങ്ങനെയൊന്ന് എല്ലാ ദിവസവും പറയുകയാണെങ്കിൽ ഒരു വിശ്വാസ പ്രഖ്യാപനമാണിത്. നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തുമ്പോൾ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും. അത് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമാണ്. 1 കൊറിന്തോസ് 15-ാം അധ്യായത്തിന് 10-ാം വാക്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊറിന്തോസ് 15:10 അപ്പസ്തലൻ ഇപ്രകാരം പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് എൻ്റെ മിടുക്കുകൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ അല്ല. ഈ പറയുന്ന ആള് അഹങ്കരിക്കാനാണെങ്കിൽ ഒരുപാട് അഹങ്കരിക്കാൻ മാനുഷികമായിട്ടുള്ള ഒരാളാണ്. കാരണം ഒരുപാട് വിദ്യാഭ്യാസം, അന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഗമായലിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് പഠിച്ച ഒരു മനുഷ്യനാണ്. ഒരു ഫരിസേനായിരുന്നു സാവൂള്. എന്നാൽ ആ സാവൂളിൻ്റെ പാണ്ഡിത്യവും പഴയ നിയമ അറിവുകളും ഒന്നും ഈശോയിലേക്ക് സാവൂളിനെ എത്തിക്കുന്നില്ല. പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടേതെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞ്, എനിക്കിത്ര അറിവുണ്ട്, എനിക്കിത്ര പാണ്ഡിത്യമുണ്ട്, ഞാൻ ഇത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അവിടെ നമ്മൾ ചുരുങ്ങിപ്പോവുക. എന്നാൽ അപ്പസ്തോലനായ പൗലോസ്ലീഹ ഈശോനെ കാണുകയും ഈശോനെ മനസ്സിലാക്കുകയും ഈശോയുടെ എൻകൗണ്ടർ ഉണ്ടാകുകയും ചെയ്ത അപ്പസ്തോലൻ പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ഞാനത് നേടിയെടുത്തതല്ല, അത് എന്നിലേക്ക് കടന്നു വന്നതാണ്. അപ്പൊ എന്താണ് ഈ ദൈവകൃപ? ഈശോയാണ്, ഈശോയുടെ കൃപയാണ്, ഈശോ തന്നെയാണ് ദൈവകൃപ. കർത്താവാണ് ദൈവകൃപ. 1 യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1:16. ഹല്ലേലൂയ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആരുടെ പൂർണ്ണതയിൽ നിന്ന്? ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന്. അപ്പോൾ ഈശോയിൽ ഒരു പൂർണ്ണതയുണ്ട്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, എൻ്റെ ഈശോയിൽ ഒരു സമ്പൂർണതയുണ്ട്. അപ്പോൾ നിയമത്തിൽ ആ സമ്പൂർണത ഉണ്ടായിരുന്നോ? പഴയ നിയമത്തിൽ ആ സമ്പൂർണതയുണ്ടോ? സമ്പൂർണതയില്ല. സാവൂള് ഗമായലിന്റെ പാദപീഠത്തെങ്കിലിരുന്ന് പഴയ നിയമം അരച്ചു കലക്കി കുടിച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷേ യേശുവിനെ ശരീരത്തിൽ ഈശോ അതിലെ നടക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് എതിരായിരുന്നു. ആര്? സാവൂള്. അപ്പോൾ പാണ്ഡിത്യം ഒരിക്കലും ഈശോയുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് നയിക്കുന്നില്ല. എന്നാൽ ഈശോനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പസ്തലൻ പറയുകയാണ്, എനിക്കുണ്ടായിരുന്നതെല്ലാം ചപ്പും ചവറും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയാണ് സമ്പൂർണത. ഈശോയിലെല്ലാമുണ്ട്. ഇത് തന്നെ യോഹന്നാൻ ശ്ലീഹ പറയുക, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ പൂർണ്ണതയിൽ നിന്നല്ല, ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ഇന്നിങ്ങനെയൊന്ന് പറയണം. നമ്മൾ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ പറയും, നമ്മുടെ ഒരു സെൽഫ് അവിടെ നിന്നിട്ട് എനിക്ക് അറ്റൈൻ ചെയ്യണം. ലോകമെന്ന് പറയുന്നത് മനുഷ്യര് ഒരു 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 മറ്റുള്ളവരുടെ മുമ്പിൽ ഓടിയെത്താൻ വേണ്ടി ഒരു മത്സരത്തിൽ ആണ് പല കാര്യങ്ങളും നിൽക്കുന്നത്, അല്ലെ? കമ്പാരിസണും മത്സരമുള്ള ഒരു സ്ഥലത്ത് അവിടെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക. ആ വിശ്രമത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുമെന്ന് അപ്പസ്തലന്മാർ പറയുമ്പോൾ നമ്മൾ ഓർക്കും, എന്നാ ഈ പറയുന്നത്? പുതിയ നിയമത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ലൈഫുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ വരുന്നത്. ക്ഷമിക്കുക, റെസ്റ്റ് എടുക്കുക, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക, ആകുലതകളെ ദൈവത്തിന് ഏൽപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടുന്നത്? പഴയ നിയമത്തിലെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ സാക്രിഫൈസുകൾ ചെയ്യുക, അതായത് ഓരോ ആനിമൽ സാക്രിഫൈസും പല കാര്യങ്ങളുണ്ട്. പഴയ നിയമം നമ്മൾ പല ബലികളൊക്കെ കാണുന്നുണ്ട്. അപ്പം പഴയ നിയമം മുഴുവനും മനുഷ്യര് കാര്യസാധ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോയിലൂടെ സമ്പൂർണത മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോയിലൂടെയുള്ള ഒരു സമ്പൂർണത, ഈശോയിലൂടെ ഒരു സമ്പൂർണതയുണ്ട്. ആ സമ്പൂർണത നമ്മുടെ ജീവിതത്തിൽ കരകവിഞ്ഞൊഴുകുകയാണ്. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. ഈശോയിലൂടെയുള്ള ആ സമ്പൂർണത. ഈ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ്
അവർക്ക് അന്ന്, ഇപ്പം ഈ ക്രിസ്ത്യ വിശ്വാസത്തിൽ ഉള്ള ആൾക്കാരോടെയാണ് സംസാരിക്കുന്നത്. അപ്പം അന്ന് ഇതുപോലത്തെ ധ്യാന കേന്ദ്രങ്ങളോ ഓടി നടക്കാനുള്ള, അന്ന് വണ്ടി പോലും വാഹന സൗകര്യങ്ങൾ കുറവായിരുന്നു, യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഒറ്റ തീക്ഷ്ണത ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലൊരു പള്ളി വേണം. ചിലപ്പോൾ 20 കിലോമീറ്ററൊക്കെ നടന്ന കുർബാനയ്ക്കൊക്കെ പോകുന്നത്, അങ്ങനെ ഒരു തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു പള്ളി വേണം. പള്ളി വരുമ്പോൾ ഈശോയിലുള്ള ആ സമ്പൂർണതയിൽ നിറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ ഈശോയിലായിരിക്കാനുള്ളൊരു വലിയൊരു ആഗ്രഹം. സോ ആ ഒരു തലമുറ എന്ന് പറയുന്നത് തന്നെ, നമ്മൾ അവരുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലിമിറ്റഡ് ആയിരുന്നു. ഇന്നുള്ള പോലത്തെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല, ലിമിറ്റഡ് ആയിരുന്നു. ബട്ട് ദേ വർ സോ വിക്ടോറിയസ്. അവർ ഭയങ്കര ജയാളികളായ വ്യക്തികളായിരുന്നു. അവരെ ഭയപ്പെടുത്താൻ ഒന്നിനും പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പല സംഭവങ്ങളും ഇന്നത്തെ ആൾക്കാർക്ക് പേടിച്ച് ദൂരെ ഓടിപ്പോവുക. എന്നാൽ അന്നുള്ളവർ എല്ലാത്തിനെയും വിജയിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം അവരുടെ ശക്തി സ്രോതസ് ഈശോയായിരുന്നു, വേറെ ഒന്നുമല്ല. ഈശോയിൽ സമ്പൂർണതയുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് 100 സ്ഥലത്ത് ഓടിപ്പോകാനുള്ള ഓപ്ഷൻ ഉള്ള കാരണം നമ്മൾ ഓട്ടാറ്, അല്ലെങ്കിൽ നമ്മൾ ഫോണെടുത്ത് ഓരോ ദൂർ വരെ വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ അന്ന് ഓടാനുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷെ അന്ന് അവർക്ക് വലിയൊരു ഉറപ്പായിരുന്നു, എന്നതാ, ഈശോയിൽ ഒരു വലിയ സമ്പൂർണതയുണ്ട്. ഹല്ലേലൂയ. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. നിയമം മോശ വഴി നൽകപ്പെട്ടതാണ്, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായതാണ്. നിയമം എന്നുള്ളത് മോശ വഴി നൽകപ്പെട്ടതാണ്. ഇറ്റ് ഹാസ് ബീൻ ഗിവൺ, അത് നൽകപ്പെട്ട ഒന്ന്. എന്നാൽ കൃപ, സത്യം എന്നുള്ളത് യേശുക്രിസ്തു വഴി ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു. യേശുക്രിസ്തു വഴി സൃഷ്ടിക്കപ്പെട്ടതാണ്, അതായത് ഉണ്ടായതാണ് കൃപയും സത്യവും. വിച്ച് മീൻസ് ഈശോയോട് കൂടിയാണ് കൃപ വെളിപ്പെടുന്നത്, ഈശോയോട് കൂടിയാണ് സത്യം വെളിപ്പെടുന്നത്. നമ്മൾ സത്യവും നന്മയും നീതിയും ഒക്കെ ജയിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ഈശോയുടെ പര്യായങ്ങളത്. കൃപ, സത്യം, ഗ്രേസ് ആൻഡ് ട്രൂത്ത് കെയിം ത്രൂ ക്രൈസ്റ്റ്. ഈശോയിലാണ് കൃപ, ഈശോയിലൂടെയാണ് കൃപയും സത്യവും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യമെന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ക്രിസ്തു ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. എന്നെ കേൾക്കുന്ന ഏത് വ്യക്തിയാകട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഇപ്പം എത്ര കോടിയുണ്ട്? 700 കോടി മനുഷ്യരുടെയും ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. എവറി സിംഗിൾ പേഴ്സൺ ഈസ് അറ്റാച്ച്ഡ് വിത്ത് ക്രൈസ്റ്റ്. Every single person who born in this world is attached with Christ. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ക്രിസ്തുവുണ്ട്. നിങ്ങൾ ഏത് ജാതി, മതം, എന്ത് വിഭാഗത്തിൽപ്പെട്ട് നിങ്ങൾ ഏത് രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും ക്രൈസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ഇൻഡിസ്പെൻസിബിൾ, ഇന്നവിറ്റബിൾ പാർട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നിങ്ങളുടെ ഒരു പാർട്ടാണ്. നിങ്ങളിലുള്ള ദൈവത്തിന്റെ അംശമാണ്, അത് നിങ്ങളിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഒരാൾ പറയുക, എനിക്ക് ഒരാൾക്ക് ബ്രെയിൻ ഇല്ലെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഞാൻ കാണുന്നില്ല ബ്രെയിൻ എല്ലാവർക്കും ഇല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഹാർട്ട് കാണാൻ പറ്റുന്നില്ല, ഹാർട്ടില്ല, ലങ്സില്ല, ലിവറില്ല. അതുപോലെ തന്നെ സ്പിരിച്വൽ മാൻ, ഇൻ യുവർ ഇന്നർ മാൻ ഇസ് കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈശോ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലൊളിരിക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കി തരാൻ, അത് വ്യക്തമാക്കി തരാൻ, ആ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ, ആ ജീവിത ശൈലി നമുക്ക് മനസ്സിലാക്കി തരാൻ, പഠിപ്പിച്ചു തരാൻ വചനം മാംസമായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക്, മനുഷ്യ ശരീരത്തിൽ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അടുത്ത വാചകം, 18ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് വരെ ദൈവം ഒരു സ്ഥലത്തുണ്ട്, നിയമങ്ങളുണ്ട്, ആ നിയമം അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ആ നിയമങ്ങൾ വഴി തന്നെ മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം മതത്തിന്റെ മേലധ്യക്ഷന്മാര് മനുഷ്യരെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അവരുടെ ലാഭങ്ങൾക്കനുസരിച്ച്, അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ മേൽ കൺട്രോൾ ചെലുത്തിക്കൊണ്ട് പോകുന്നൊരു കാലഘട്ടം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മനുഷ്യരിങ്ങനെ ജീവിക്കുകയാണ്, യഹൂദര്, ജൂതന്മാർ. അപ്പോൾ ഈ ജൂതന്മാർക്കിടയിലോട്ട്
ഈശോ വന്നിട്ട് നിങ്ങളിൽ വെളിച്ചമുണ്ട്, ദൈവത്തിന് നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, ദൈവം നിങ്ങളുടെ ഫാദറാണ്, പിതാവാണ്. അത് പറഞ്ഞ സമയത്താണ് യഹൂദർ ആദ്യമായിട്ട് ഈശോനെ കല്ലെറിയാൻ വേണ്ടി കല്ലെടുക്കുന്നത്. ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞ സമയത്താണ് ജൂതന്മാർ അവനെ കല്ലെറിയണമെന്ന് പറഞ്ഞ കല്ലുകൾ എടുക്കുന്നത്. എന്നാൽ ഈശോ അവരുടെ നടുവിലൂടെ നടന്നുപോയി. അപ്പൊ അവർക്ക് ആദ്യം ഇഷ്ടപ്പെടാത്ത കാര്യം എന്തായിരുന്നു? ഗോഡ് ഈസ് യുവർ ഫാദർ, ഗോഡ് ഈസ് മൈ ഫാദർ എന്നല്ല ഈശോ പറഞ്ഞത്. ദൈവം എന്റെ പിതാവ് എന്നല്ല ഈശോ പറഞ്ഞത്. ദൈവം നിങ്ങളുടെ പിതാവ്, ഗോഡ് ഈസ് യുവർ ഫാദർ, ദൈവം നിങ്ങളുടെ പിതാവ്. അത് വലിയ വ്യത്യാസം. യേശുവോട് വന്നിട്ട് ജൂതന്മാരോട് പറയാം ദൈവം എന്റെ പിതാവ് എന്നല്ല യേശു പറഞ്ഞു. ദൈവം നിങ്ങൾ ഓരോരുത്തരുടെയും, ഇൻക്ലൂഡിങ് ദ റിലീജിയസ് ഫരാസീസ്, സാദുസീസ്, ലോ മേക്കേഴ്സ്, നിങ്ങളുടെയും എന്റെയും എല്ലാവരുടെയും പിതാവാണ്, സ്നേഹമുള്ളൊരു അപ്പനാണ്. ഇത് കേട്ടപ്പം തന്നെ റിലീജിയസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നോ 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 നോ, ഇത്ര നാളും ഞങ്ങൾ ഇങ്ങനെ ഒരാളെ അല്ല ജനഹൃദയങ്ങളിൽ വരച്ചു കാട്ടിക്കൊണ്ടിരുന്നത്. മനുഷ്യരെ പേടിപ്പിച്ച് അവരെ വേറൊരു ആംഗിളിൽ കൊണ്ടുകൊണ്ടിരിക്കുക. ഇതിവിടെ ഒരു ആശാരിയുടെ മകൻ വന്നിട്ട് പറയുകയാണ് ദൈവം പിതാവാണ്, നിന്റെ അപ്പനെ അമ്മ ഞങ്ങൾക്കറിയാമല്ലോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങളോട് പറയുന്നേ? അപ്പം പിന്നീട് കർത്താവിന്റെ പഠനങ്ങൾ നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ഈശോയുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങുമ്പോൾ ജൂതന്മാർ പറയാൻ വേണ്ടി തുടങ്ങി ഇത് ദൈവമൊന്നും അല്ല കേട്ടോ, ഇത് ബേൽസബൂലാണ്, ഇത് സാത്താനെ ഉപയോഗിച്ചുകൊണ്ട് യേശു ചെയ്യുന്ന പരിപാടിയൊന്നും. ഇത് ഒന്നുകൂടെ കർത്താവ് കേട്ട ആരോപണങ്ങൾ എത്രമാത്രമാണ്. ഈ പഴയ നിയമം, ബൈബിളിലെ പഴയ നിയമം അരച്ചു കലക്കി കുടിച്ച മതപ്രമുഖന്മാര് കർത്താവിന്റെ മേലെ നടത്തിയ ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങളുടെ 1000-1 ആക്ഷേപം ഒന്നും വേറെ ആരും കേൾക്കും. എന്ത് ആക്ഷേപങ്ങളാണ് ആക്ഷേപിച്ച്? കർത്താവിന്റെ കൂടെ സാത്താനാന്ന് വരാൻ പറയും. ചുങ്കക്കാരുടെ വേശികളുടെയും കൂടെ പോയി കർത്താവ് ഭക്ഷണത്തിനിരിക്കും. അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കർത്താവ് പാപികളെ സ്നേഹിക്കുന്നു, അവരെ സ്വീകരിക്കുന്നു, അവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് റിലീജിയസ് മൈൻഡ് സെറ്റ് ഉള്ള പഴയ നിയമത്തിലെ ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നീട് അപ്പസ്തലന്മാർ പറയുന്നുണ്ട് അതൊരു അരൂപിയായിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് എ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുമുണ്ട്. അതൊരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെ കുറിച്ചാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ സെയിന്റ് പോൾ പറയുന്നത്, നമ്മളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ അരൂപി. എന്നാൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ആ രൂപിനെ അല്ല, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയാണ്. അതാണ് ദൈവ മക്കൾക്ക് ലഭിക്കുന്ന അരൂപി. ദൈവം എന്റെ പിതാവാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന അരൂപിയാണ് പുത്രസ്വീകാര്യത്തിന്റെ അരൂപി. ഈ അരൂപിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ബോധ്യമാണ് ഉള്ളിൽ, ദൈവം എന്റെ ഗോഡ് ഈസ് മൈ ഫാദർ ആൻഡ് ഹീ ഈസ് വിത്ത് മീ, ഹീ ലവ്സ് മീ. ലോകത്ത് എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് പോയാലും, പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, പള്ളിയിൽ പോകുമ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ അപ്പനായ എൻ്റെ പിതാവ് എന്നെ നോക്കുന്നുണ്ട്. ഹീ ഈസ് വാച്ചിങ് ഓവർ മീ, ഹീ ലവ്സ് മീ, ഹീ ഈസ് ഗൈഡിങ് മീ. ഞാൻ അനാഥനല്ല. അപ്പോൾ ചില സമയത്ത് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നൊരു 5 മിനിറ്റ് എവിടെയെങ്കിലും പുൾ ഓവർ ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ഒരു ഫെലോഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് ക്രൈസ്റ്റ് ഈസ് പുള്ളിങ് ദ ഹോൾ മാൻ കൈൻഡ്. അതെന്തൊരു വലിയ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ സംഭവത്തെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഭൂമിയിലുള്ള 800 കോടി ജനങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പം മനുഷ്യൻ സ്ട്രെസ്ഡ് ആകുമ്പോൾ, വിഷമിക്കുമ്പോൾ അവൻ ഏത് സമയത്തും ദൈവത്തെ ആക്സസ് ചെയ്യാം. ഏത് സമയത്തും ആക്സസ് ഏത് വ്യക്തിക്കും. ഞാൻ നിങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തിൽ നിങ്ങൾ ചിലപ്പം സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരിക്കും. പ്ലീസ് കണ്ടിന്യൂ ഗോയിങ് ദർ. പള്ളിയിൽ പോകണം, കുർബാനയ്ക്ക് പോകണം, പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഈശോയുടെ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഹിന്ദുക്കളാണ്, അമ്പലത്തിൽ പോകുന്നവരായിരിക്കും, നിങ്ങൾ മസ്ജിദിൽ പോകുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ ക്രൈസ്റ്റ് നിങ്ങളിതൊക്കെ ചെയ്തോ, ഡു വാട്ട് യു ഫീൽ ലൈക്ക് ഡൂയിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ ഇഷ്ടങ്ങളിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ക്രൈസ്റ്റ് നമുക്കൊരു വെളിച്ചം തരികയാണ്. എന്നാണെന്നറിയോ? ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, സോ മെനി പീപ്പിൾ ഫ്രം ഡിഫറെന്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ആർ വാച്ചിങ് മീ. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി മാത്രമല്ല എന്നെ വാച്ച് ചെയ്യുന്നത്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ വാച്ച് ചെയ്യാറുണ്ട്. എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വാച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ക്രൈസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വെളിച്ചമാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ഗോഡ് ഈസ് മൈ ഫാദർ. അറ്റ് എനി ടൈം വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി ടൈം, ഏത് സമയത്തും. അതുകൊണ്ട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കും.
ഹല്ലേലൂയ. 16 വാക്യാണ്. എബ്രായർ 4:16. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത്, ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. കാരണം അവിടെ ഇരിക്കുന്നയാൾ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശ എന്ന് വെച്ചാൽ എന്താ? അവിടെ ചെന്ന് കഴിയുമ്പം ഈ ആൾ എന്നെ തള്ളിക്കളയത്തില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അപ്പം ഈ നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാനിരിക്കാം. നമ്മൾ ശരിക്കും അറിയാവുന്നൊരു വ്യക്തിയോട്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ക്ലോസ് ആയിട്ടൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും. ആ വ്യക്തിയോട് വിളിച്ച് ഫോണിൽ കൂടെ ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്തൊരു റിലീഫല്ലേ. അപ്പം ഇതുപോലൊരു റിലീഫാണ്. അതായത് ദൈവം, എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ആ ഒരു ഭാരത്തെ എനിക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്നത് ഈ ഭൂമിയിൽ ഒന്നിനും തരാൻ കഴിയാത്തൊരു സമാധാനം. അത് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. അപ്പം നമ്മൾ നമ്മുടെ ആകുലതകൾ ഇറക്കി വെക്കുമ്പോൾ ഈ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേറെ ഒന്നിലേക്ക് പോകത്തില്ല. നമ്മൾ ആ സമാധാനത്തിൽ നമ്മൾ ജീവിക്കും. ഈ സമാധാനം കിട്ടാതെ നമ്മൾ ഈ ഒരു നമ്മുടെ ആകുലതകളെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ റിലീഫ് കിട്ടാൻ വേണ്ടി ഡ്രഗ്സ്, ആൽക്കഹോൾ, മറ്റു പല കാര്യത്തിലേക്ക് മനുഷ്യർ വീണുപോകും. എന്നാൽ ദൈവം പറയുകയാണ്, ഗീവ് ഓൾ യുവർ പ്രോബ്ലംസ് ആൻഡ് വറീസ് ടു മീ. ഞാൻ നിങ്ങൾക്കൊരു വലിയ റിലീഫ് തരാം ത്രൂ മൈ സ്പിരിറ്റ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും, ആൽക്കഹോളിക് അഡിക്റ്റ് ആയിരിക്കും, ട്രൈ ജീസസ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ടെംപ്റ്റേഷൻ, ആ ഇഷ്യൂസ്, അത് ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച്, ആൻഡ് ഹി വിൽ ഫിൽ യു വിത്ത് ഹിസ് സ്പിരിറ്റ്. അത് ഏറ്റവും സൂപ്പർ നാച്ചുറൽ ഒരു എക്സ്പീരിയൻസ് ആണ്, ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എന്നോട് എല്ലാ മതവിഭാഗങ്ങളിലും പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിമായ കുറേ സൗരങ്ങളോട് പറഞ്ഞാൽ ദേ ആർ ട്രൈയിങ് ദർ ലെവൽ ബെസ്റ്റ്. അവരുടെ റിലീജിയസ് ബിലീഫ് പ്രകാരം ഒരുപാട് ചെയ്യരുതാത്ത തെറ്റുകളുണ്ട്. അപ്പോൾ ആ തെറ്റുകളെല്ലാം ഇവരെന്നോട് പറഞ്ഞാൽ ദേ ആർ ട്രൈയിങ് ദർ ലെവൽ ബെസ്റ്റ്. ഇസ്ലാമിക് ബിലീഫ് അനുസരിച്ച് ഇന്ന തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേ വിൽ ഗോ ടു ഹെൽ. അപ്പം അവർക്ക് ഭയങ്കര കുറ്റബോധമാണ്. 1-2 ആൾക്കാർ, ഒരുപാട് പേര്. അപ്പം അവർ മാക്സിമം ട്രൈ ചെയ്യുകയാണ്. ദേ ക്യാനോട്ട് ഫുൾഫിൽ ദ ലോ. ഇത് പറ്റുന്നില്ല, വീണു പോവുകയാണ്. അപ്പം എന്നോട് ഇങ്ങനെ റിക്വസ്റ്റായിട്ട് ചോദിക്കുന്നത് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. യു വിൽ റിസീവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ആൻഡ് യു വിൽ ഗെറ്റ് ഹെൽപ്പ് ഫ്രം ജീസസ്. കുറേ ആൾക്കാർ പിന്നെ റിപ്ലൈ അയച്ചു, ഞങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്, പല കാര്യത്തെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സ്പിരിറ്റ്, ഞങ്ങൾ അങ്ങനെ ഈ ഒരു വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ ഹെൽപ്പ് ഫ്രം ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് സഹായം കിട്ടും, അവർക്ക് കുറ്റബോധത്തിൽ നിന്ന് ഫ്രീ ആകുന്നു, അവർക്ക് ഹോളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞു പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അവർ പറയാറുണ്ട്. സോ ദിസ് ഈസ് എ സൂപ്പർ നാച്ചുറൽ വേ ഗോഡ് ഹാസ് ഡിസൈൻഡ് ഫോർ എ ഹ്യൂമൻ ബീയിങ് ടു എൻകൗണ്ടർ ആൻഡ് എക്സ്പീരിയൻസ് ഹിസ് ടാൻജിബിൾ പ്രസൻസ്. ഇതെല്ലാം മനുഷ്യനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് സഭയിൽ കൂദാശകളിലൂടെ പരികർമ്മം ചെയ്യുന്നത്. പക്ഷെ അതാരും അതിൻ്റെ ആ ഒരു ഡെപ്ത്നെസ് നമുക്ക് മനസ്സിലാക്കി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് വലിയൊരു ആനന്ദമാകും. പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കുർബാന സ്വീകരിക്കുന്നതും ഒക്കെ വലിയൊരു അഭിഷേകത്തിന് അനുഭവമായിട്ട് മാറുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്, ബേസിക്കലി അതിൻ്റെ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷനാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ കൃപയാലാണ്. അതാണ് യോഹന്നാൻ പറഞ്ഞു, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോസ്തലൻ പറയും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. കാരണം മറ്റപ്പസ്തോലന്മാരെക്കാൾ അധികമായി അപ്പസ്തോലനായ പൗലോസ്ലീഹായെ ദൈവം ഉപയോഗിച്ചു. പൗലോസ് പറയും, ഇത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നതും ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനേതാണ്ട് ഭയങ്കര, എൻ്റെ വീട്ടിലുള്ളവരും ഞാനും ഒക്കെ ഭയങ്കര പ്രാർത്ഥനക്കാരായതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളിലും തകർച്ച, പല അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ സ്നേഹം എന്നിലേക്ക് റീച്ച് ഔട്ട് ചെയ്യും. നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകളും പ്രാർത്ഥനകളും മുഴുവനും ഈശോയുടെയാണ്, അത് അനീഷിൻ്റെ അല്ലത്. ഈശോ എന്നെ ഇൻസ്പയർ ചെയ്തതും ഈശോയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചപ്പോൾ, ഈശോയുടെ സ്നേഹം എന്നിൽ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഈശോയുടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്.
അതൊരിക്കലും എൻ്റെ എന്തോ മിടുക്കോ കഴിവോ പ്രവർത്തനങ്ങളോ അല്ല. ആമേൻ. ബിഗ് എന്നാ പറയുന്നേ, നമ്മളൊരു ബിഗ് സീറോയാണ്, നമ്മളൊരു സീറോയുമാണ്. പക്ഷെ ഈശോ വന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മളൊരു 100 മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്ര വേണം 0 ഇട്ടുക, കർത്താവിൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കുക, ഒന്നങ്ങ് ഇപ്പുറത്ത് വന്ന് നിൽക്കുക. സോ പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് എൻ്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്താണ് കർത്താവിൻ്റെ കൃപയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴത്തേക്കും, സത്യത്തിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 1 കൊറിന്തോസ് 13 അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ. അവിടെ അപ്പോസ്തലൻ എന്താ പറയുന്നത്? സ്നേഹം ആരാ? ഈശോയാ സ്നേഹം. കൃപയും സത്യവും ഈ സ്നേഹം എന്നൊക്കെയുള്ളത് ഈശോയുടെ പര്യായമാണ്. എന്നിൽ ഈശോ ഇല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ, ഞാൻ എത്ര വലിയ സംഭവമാണെന്ന് തോന്നി, എന്നിൽ ഈശോ ഇല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ. എന്റെ പ്രസംഗം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായെങ്കിലും സ്നേഹമില്ലെങ്കിൽ, ഈശോ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഈശോ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഈശോ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാമാണ്. സീ ദ പിക്ചർ. ഈശോ ഉണ്ടെങ്കിൽ എല്ലാമാണ്. ഈശോ ഉണ്ടെങ്കിൽ എല്ലാമാണ്. ഈശോ മാത്രമേ ഉള്ളെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഈശോ മാത്രമേ എനിക്കുള്ളെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിനക്ക് എല്ലാമുണ്ട്. ഈശോയോടൊപ്പം നിനക്ക് എല്ലാമുണ്ട്. ഇപ്പം ഒന്ന് പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ എനിക്ക് എൻ്റെ ഈശോയിലാണ്. എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് പറയണം, എനിക്ക് ഈശോ ആണ് എൻ്റെ എല്ലാം എന്ന് പറയുമ്പോൾ യു ആർ കണക്റ്റിംഗ് യുവർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ്. പിന്നെ നിങ്ങളില്ല, പിന്നെ നിങ്ങൾ അവിടെ തീർന്നു. അവിടെ ഈശോയാണ് നിങ്ങൾ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ വ്യാപരിക്കുന്ന ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. അവിടെ ഇപ്പം ഞാനിത് പറയുമ്പോൾ അനീഷ് നിൽക്കുമ്പോൾ അനീഷിൻ്റെ ലീനിയേജും ആ സംഭവം വന്നിട്ട് വലിയ കാര്യമില്ല. ഈശോ, ഇപ്പം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത് ഇപ്പം അനീഷിനെ കേൾക്കാനല്ലേ, അനീഷ് പറയുന്ന ആള് ഈശോയുടെ സാന്നിധ്യം അതെപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഈശോയുടെ സാന്നിധ്യം. ഈശോ ഫുൾ ഈശോയാണ്, വേറെ ഒന്നുമല്ല. ഈശോ മൊത്തത്തിൽ ഈശോയെ വെളിപ്പെടണം. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. പലപ്പോഴും മനുഷ്യർക്ക് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, അല്ലേ? അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു. ഈശോയുടെ സ്നേഹം ഉള്ളി വരുമ്പോൾ സകലതും സഹിക്കാനുള്ള വലിയൊരു കൃപ ആ സ്നേഹം നമുക്ക് പകർന്നു തരികയാണ്. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് അപ്പോസ്തലൻ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. എല്ലാം മാറ്റപ്പെട്ടാലും ഒരു കാര്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അത് സ്നേഹം മാത്രമാണ്. അതാണ് ഈ ഒരു അധ്യായത്തിന് ലാസ്റ്റ് പറയുന്നൊരു കാര്യം. ഹല്ലേലൂയ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ക്രിസ്തുവിലുള്ള വിശ്വാസം അത് നിലനിൽക്കും. പ്രത്യാശ, ക്രിസ്തുവിലുള്ള പ്രത്യാശ അത് നിലനിൽക്കും. സ്നേഹം അതും നിലനിൽക്കും. പക്ഷെ ഏറ്റവും സർവോത്കൃഷ്ടം സ്നേഹമാണ്. അപ്പം ഫൗണ്ടേഷൻ എന്നുള്ളത് സ്നേഹമാണ്. സ്നേഹത്തിലാണ് ഫൗണ്ടേഷൻ. പക്ഷെ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യർ അടി ഉണ്ടാക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ ഒരുമിക്കുക. സ്നേഹം ഫൗണ്ടേഷൻ വരുമ്പോഴത്തേക്കും അടിയില്ല.
വിശ്വാസ ഫൗണ്ടേഷൻ വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ പേരിൽ വിഭജിക്കുവാനല്ല, സ്നേഹത്തിന്റെ പേരിൽ ഒരുമിക്കുവാൻ ദൈവം വിളിക്കുന്നത്. അതാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മുതൽ ഈശോയുടെ ഈ ഭൂമിയിലുള്ള കർത്താവിന്റെ ശുശ്രൂഷ എന്തിനാ? അന്ന് വരെ ഇന്ന് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടക്കുന്ന അടിയൊക്കെ അന്നും സംഭവമുണ്ട്. അന്ന് ആ രീതിയിലല്ല, വേറൊരു ആംഗിളിൽ അവരെ വിജാതീയരെന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാരും പലസ്തീനിലുള്ളവരും പല സ്ഥലങ്ങളിൽ തമ്മിൽ അടിയും ബഹളമൊക്കെയാണ് അന്ന് കർത്താവ് ഈ ജൂതന്മാർ കെട്ടിപ്പൊക്കിയ സംഭവമാണ് ഈ വേർപാടിന്റെ മതിൽ, മിഡിൽ വാൾ ഓഫ് സെപ്പറേഷൻ. ഇന്ന് ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും, മിഡിൽ വാൾ ഓഫ് സെപ്പറേഷൻ. അപ്പം അവർ മാനുഷികമായ ദൈവത്തിന്റെ വിജ്ഞാനത്തിൽ അവർ ആ നിയമം ദൈവം ഞങ്ങൾക്ക് നൽകി, ഞങ്ങളാണ് വലിയ മിടുക്കര്, ഞങ്ങളാണ് മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠര്. ഇപ്പം നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഇവിടെ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പം കാണുന്ന ഒരു തമാശയാണ്. അതായത് ഇവിടെ ആദ്യം വന്നിട്ടുള്ള മലയാളികളുണ്ട്. ഇപ്പം ചില രാജ്യങ്ങളൊക്കെ, ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് പേരായിരുന്നു, ഞാൻ പോയ ടൗണിലൊന്നും മലയാളികളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ഏത് സ്ഥലത്ത് ചെന്നാലും, ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളവരുണ്ട്. നമ്മൾ UK ചെല്ലുമ്പോഴായാലും ആദ്യം വന്നിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം അറിവ് ഉള്ള ആൾക്കാരെ എന്നുള്ള ഒരു മിഥ്യാധാരണ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ ചിലപ്പം ചില ആൾക്കാർ സംസാരിച്ച് നമുക്ക് തോന്നുന്നു, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മലയാളി അവിടെ വന്നെന്ന് നമുക്ക് തോന്നിപ്പോ. അതുപോലത്തെ രീതിയിലാണ് അവരുടെയൊക്കെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അപ്പം അതേപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ജൂതന്മാർക്കുണ്ടായിരുന്നത്. ജൂതന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങളുടെ മുകളിൽ ഒരുത്തനുമില്ല. അപ്പം ഇവർ പറയും, ഒരു ജൂതന്റെ ഇടയിൽ ഒരു പട്ടിയായിട്ട് ജനിക്കുന്നതാണ് ജൂതനല്ലാതെ ജനിക്കുന്നതിനേക്കാളും ഭേദം. അത്രമാത്രം റിലീജിയസ് ആറ്റിറ്റ്യൂഡുള്ള എക്സ്ട്രീമിസ്റ്റാണ്. അപ്പം ഇവർക്ക് വേണ്ടി ഇവരെ ഏത് യുദ്ധത്തിനും പോകും, ഈ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കും, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരു കൊന്നൊടുക്കി. അപ്പം ഇതിന്റെ നടുവിലോട്ട് ഞാനത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ചരിത്രവും ഈ സത്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈശോയുടെ പ്രാധാന്യത്തെ നമുക്ക് പിടികിട്ടുന്നത്. അപ്പൊ ഇതിന്റെ നടുവിലോട്ട് ഈശോ വന്നിട്ട് ദൈവം സ്നേഹമാകുന്നു എന്ന സത്യത്തെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം സ്നേഹമാകുന്നു. അപ്പൊ എഫെസോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് നമ്മുടെ നടുവിലുണ്ടായിരുന്ന ആ സെപ്പറേഷനെ തകർത്തു കളഞ്ഞു. കർത്താവ് തകർത്തു കളഞ്ഞു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹം ഫൗണ്ടേഷൻ വരുമ്പോൾ അവിടെ എങ്ങനെ വിഭജിക്കാൻ പറ്റും? അവിടെ വിഭജനങ്ങളില്ല. ആ ഫൗണ്ടേഷനെ, ആ ഒരു മിഡിൽ വാൾ ഓഫ് സെപ്പറേഷനെ പരിശുദ്ധാത്മാവ് തകർത്തു കളഞ്ഞു. അതിനെക്കുറിച്ചാണ് എഫെസോസ് ലേഖനം. ബൈബിളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിള് വായിക്കണം. വായിച്ച് ഇതിനകത്തെ സത്യങ്ങൾ നമ്മൾ പ്രസംഗിക്കണം. ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല. ഇതൊക്കെ വളരെ സാഡ് ഫാക്റ്റാണ്. ഈ ഒരു മോഡേൺ ജനറേഷനിൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റി എല്ലാം ദൈവം തന്നിട്ട് നമുക്ക് ഈ പീപ്പിൾ നീഡ് ടു പ്രീച്ച് ദിസ്. ഇതൊക്കെ പ്രീച്ച് ചെയ്യേണ്ട, ആരും പ്രസംഗിക്കുന്നില്ല. യു വിൽ നെവർ ഹിയർ എനി ഓഫ് ദിസ് ബിബ്ലിക്കൽ ട്രൂത്ത്. കഴിഞ്ഞ ജനറേഷനിൽ കുറേ അച്ഛന്മാർ ഇടവകളിലൊക്കെ വന്ന് ധ്യാനത്തിലൊക്കെ ഇതൊക്കെ പറയുമായിരുന്നു. ഈ ജനറേഷൻ ആരാ ഇതൊക്കെ പറയുന്നത്? എവിടെ കേൾക്കുന്നത്? ഐ ഡോ നോട്ട് ഹിയർ ഇറ്റ്. ഐ എം സോ സോറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ പ്രസംഗിക്കും. നിങ്ങൾ ഇതൊക്കെ ബൈബിളിൽ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിൽ ഇതൊക്കെ എടുത്ത് നിങ്ങൾ ഈ സത്യമൊക്കെ പ്രസംഗിക്കും. യേശു പ്രസംഗിക്കപ്പെടണ്ടേ? യേശു പ്രസംഗിക്കപ്പെടണം. ഇന്ന് മുഴുവൻ പഴയ നിയമം എടുത്തു വെച്ചുകൊണ്ട് എല്ലാവരും പ്രസംഗിച്ചുകൊണ്ടിരിപ്പുണ്ട്. യേശു പ്രസംഗിക്കപ്പെടണം. കൃപയും സത്യവും ഈശോയിലൂടെയല്ലേ ഉണ്ടായത്. ഈശോ പ്രസംഗിക്കപ്പെടണം. എഫെസോസ് ലേഖനത്തിന്റെ 2-ാം അധ്യായം. ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എതിർപ്പ്, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുക. കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യമില്ല അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ. എഫെസോസ് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിക്യം ഈശോയുടെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ആരിലൂടെയാണ് ശത്രുത അവസാനിക്കുന്നത്? ആരിലൂടെയാണ് ശത്രുത അവസാനിക്കുന്നത്? ഈശോയിലൂടെ. ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ ഈശോ പ്രസംഗിക്കപ്പെടണം. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല.
നമ്മുടെ പള്ളിയിൽ ഈശോയുടെ സ്നേഹവും കരുണയും മാത്രം ഒരൊറ്റ വർഷം പ്രസംഗിച്ചു നമ്മുടെ നാട് മുഴുവൻ സമാധാനം കൊണ്ട് പറയും. ബിക്കോസ് ദിസ് ഈസ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തലന്മാര് ലോകം മുഴുവൻ ഓടി നടന്നുകൊണ്ട്, ഐ ചാലഞ്ച് യു, ലോകത്ത് ഒരു സ്ഥലത്ത് അപ്പോസ്തലന്മാർ ഓടി നടന്നുകൊണ്ട് മോശ പഠിപ്പിച്ച ടീച്ചിങ്സ് അല്ല അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മോശ പഠിപ്പിച്ച ടീച്ചിങ്സ് ആണ് അപ്പോസ്തലന്മാർ ലോകം മുഴുവൻ പഠിപ്പിച്ചതെന്നുള്ളതിന്റെ തെളിവ് ഒരെണ്ണം നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കഴിഞ്ഞ് ഇടത്തിൽ. കാരണം അല്ല, മോശ പഠിപ്പിച്ച ടീച്ചിങ്സ് ലോകം മുഴുവൻ നടന്നുകൊണ്ട് മനുഷ്യരെ സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ ഓടി നടക്കുവല്ലായിരുന്നു. ദേ വർ പ്രീച്ചിങ് ക്രൈസ്റ്റ്. ഈശോനെ പ്രസംഗിച്ചത്. ഈശോയെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോയിലൂടെ രാജ്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഈശോയിലൂടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഈശോയിലൂടെ മഹാഭാവികൾ വിശുദ്ധരായി തീർന്നു. തോമസ് ലേ കേരളത്തിൽ വന്നിട്ട് ഓരോ മനുഷ്യരുടെ അടുത്ത് വന്നിട്ട് ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് തെറ്റ്, അത് തെറ്റല്ല, ഇതായിരുന്നു തോമസ് ലേ പ്രസംഗിച്ചേ. ഹി പ്രീച്ച്ഡ് ജീസസ്. ഇന്ന് ഭാവത്തിന്റെ കയ്യിൽ നമ്മുടെ പോലെയുള്ള സംഭവം ബൈബിൾ പോലും ഇല്ല. ജൂതന്മാരുടെ പഴയ നിയമവും ഇല്ല, നമ്മുടെ പുതിയ നിയമവും ഇല്ല. പഴയ നിയമത്തിന് പ്രാധാന്യമുണ്ട്. എന്താ പഴയ നിയമം? പഴയ നിയമം നിഴലാണ്. ജൂതന്മാരെ അനുകരിക്കാനല്ല, ജൂതന്മാരുടെ കുറവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരുപാട് കൊലപാതക പരമ്പരകളും ജൂതന്മാർ ചെയ്ത ഒത്തിരി റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. എന്നാൽ നിരീശ്വരവാദികൾ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും എടുത്തിട്ട് ബൈബിളിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യാനികൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനികൾ പറയണം അത് ജൂതന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ച കാര്യമാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, അത് നമ്മൾ ചെയ്യരുത്, അത് നിഴലാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ബേസ് ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. എക്സ്പെഷ്യലി അവർ ലൈഫ് ഈസ് സെന്റേർഡ് ആൻഡ് റിവോൾവ്സ് അറൌണ്ട് ദ എപ്പിസ്റ്റൽസ് ഓഫ് അപ്പോസ്റ്റൽ പോൾ. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെയാണ്. ലേഖനങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിലൂടെയാണ് നമ്മൾ ദിവ്യകാരുണ്യത്തെ രുചിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും. ഹല്ലേലൂയ. ഞാൻ ബൈബിൾ സ്കൂളിൽ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് നമ്മുടെ നാട്ടിലെ സ്പിരിച്വാലിറ്റി സെന്ററിലൊക്കെ. അപ്പം അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സുകളൊക്കെ ഒത്തിരിയും പഠിക്കുകയും അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് ആ നാളുകൾ അച്ഛനത് വളരെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയും. അച്ഛനൊന്നും വലിയ ഫേമസ് അല്ല കേട്ടോ. കേരള സഭയിലുള്ള ഒരു വേദപാരംഗതനാണ്. ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ ഇതെല്ലാം പറയും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പൗലോസ്ലീഹയുടെ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു ഓർക്കും. എൻ്റെ ദൈവമേ, ഇതൊക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ മനുഷ്യർ സത്യ വെളിച്ചത്തിലേക്ക് വരുമല്ലോ. അപ്പോൾ എഫെസോസ് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈശോ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോടനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് ഈശോ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. അതിനാൽ ഈശോയിലൂടെ ജൂതന്മാർക്കും ഫലസ്തീനികൾക്കും ഇന്ത്യക്കാർക്കും പാകിസ്ഥാനികൾക്കും ഈശോയിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഈശോയിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഇനിമേൽ നിങ്ങൾ പരദേശികളല്ല. അപ്പം നമ്മൾ പറയണം, നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ പരദേശിയല്ല, ഞാൻ ദൈവഭവനത്തിലെ അംഗമാണ്. ഐ എം നോട്ട് എ സ്ട്രേഞ്ചർ, ഐ ബിലോങ് ടു ദ ഫാമിലി ഓഫ് ഗോഡ്. ഞാൻ ദൈവഭവനത്തിലെ അംഗമാണ്, ഈശോയുടെ ഭവനത്തിലെ ഒരു മെമ്പറാണ്. 2 കൊരിന്ത്യർ 1:20 നമ്മൾ കാണുന്നത് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഓൾ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഈസ് യെസ് ആൻഡ് ആമേൻ ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും, ചില വാഗ്ദത്തങ്ങളല്ല, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും
ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും, ദൈവത്തിൻ്റെ സകല പ്രോമിസസും, ദൈവത്തിൻ്റെ സകല പ്രൊവിഷൻസും, ദൈവത്തിൻ്റെ സകല നന്മകളും, ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ, അതേ എന്ന് തന്നെ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ബ്രാഹ്മണനായിരുന്നു. അപ്പം ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ ജനിച്ചു വളർന്ന, ഒരു അമ്പലത്തിൽ ഭയങ്കര റിച്വലിസ്റ്റിക് ആയിട്ട് ജനിച്ചു വളർന്നൊരു മനുഷ്യൻ. റിച്വൽ റിലീജിയൻ ഭയങ്കര അവരുടെ ഫാമിലി ഒത്തിരി പൂജാരിമാർ ഒരുപാട് പേരുണ്ട്. ഇദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് പുതിയ നിയമം കൊടുത്തു. അപ്പം പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഈശോയുടെ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു സമാധാനമാണ്. ആക്ച്വലി ദിസ് മാൻ വാസ് എഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനികളെ അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം പുള്ളിക്ക് അറിയാവുന്ന ക്രിസ്ത്യാനികളൊക്കെ അവരോട് പെരുമാറിയ രീതിയും പല കാര്യങ്ങളെ കൊണ്ടും പുള്ളിക്ക് അങ്ങനെ ഈ ക്രിസ്ത്യാനികളോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തോടോ ബൈബിളിനോടോ ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഈ മനുഷ്യന് വേറൊരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ബൈബിൾ കൊടുത്തപ്പോൾ യാദൃച്ഛികമായിട്ട് അദ്ദേഹം അത് വായിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസ്, ആ ഒരു ലീഡിങ് വളരെ ശക്തമായി ലഭിക്കുവാനിടയായി തീർന്നു. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ നിറയപ്പെട്ടു. അപ്പോൾ വീട്ടിലിങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ഇങ്ങനെ ബൈബിള് വായിക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിരുന്ന് മണിക്കൂറുകൾ വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പിടിച്ചു. ബൈബിൾ വായിക്കാമെന്നൊക്കെ പിടിയിട്ട് കഴിഞ്ഞപ്പോൾ ബൈബിൾ കൊണ്ട് കത്തിച്ച് കളയാനൊക്കെ പറഞ്ഞു. ഭയങ്കര പ്രശ്നം. പക്ഷെ ബൈബിള് കത്തിച്ച് കളഞ്ഞില്ല. ബൈബിള് കത്തിച്ച് കളയത്തില്ല തന്നെ. വീട്ടിൽ വീണ്ടും മുറിയിലിരുന്ന് വീണ്ടും വായിക്കാനൊക്കെ തുടങ്ങി. പല സ്ഥലത്ത് ഒളിച്ചു വെച്ചു. എന്നോട് പറഞ്ഞു, ടോയ്ലറ്റിൻ്റെ പുറകിലൊക്കെ കൊണ്ട് ഞാൻ കുത്തിക്കയറ്റി ഒളിച്ചു വെക്കുമായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് അങ്ങനെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിനുള്ളിൽ ലൂടെ കടന്നു പോകുമ്പോൾ ഈശോനെ വളരെ വ്യക്തമായി വ്യക്തിപരമായി അനുഭവിക്കാൻ വേണ്ടി പറ്റി. ഇദ്ദേഹത്തോട് ആരും വചനത്തെക്കുറിച്ചൊന്നും പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹം തന്നെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ വചനത്തിൻ്റെ ശക്തി, അത് കൂടുതൽ പഴയ നിയമമല്ല വായിച്ചത്, പുതിയ നിയമം മാത്രം വായിച്ചത്. ഈശോയുടെ അപ്പസ്തലന്മാർ എഴുതിയ കാര്യങ്ങൾ മാത്രം വായിച്ചു. അങ്ങനെ വായിച്ച് ഇദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ദൈവത്തിന്റെ തേജസ് കൊണ്ട്, അഭിഷേകം കൊണ്ട് നിറയപ്പെട്ടു. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവര് ഇദ്ദേഹം ഇങ്ങനെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഒത്തിരി ഒപ്പോസിഷൻസ് വന്നു. ഇദ്ദേഹം വീട്ടിലാരെങ്കിലും ഒക്കെ പനിയോ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി തുടങ്ങി. അവരെ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുടുംബത്തിലുള്ള ഒരുപാട് പേര് സൗഖ്യമാകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈ മനുഷ്യൻ തന്നെ പിന്നീട് ഈ മനുഷ്യൻ ഇങ്ങനെ കർത്താവ് കണക്ട് ചെയ്ത് കൊടുത്തു, ഇങ്ങനെ രോഗാവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പം അവർക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവർക്കെല്ലാം സൗഖ്യങ്ങൾ. ഇദ്ദേഹത്തിന് വലിയ പ്രാർത്ഥനകളൊന്നും അറിയാൻ മേല, വചനത്തിനകത്ത് അനുഭവിക്കുന്ന യേശുവിൻ്റെ ആ സമാശ്വാസം അനുഭവിച്ചുകൊണ്ട് ഈശോയെ ഈ വ്യക്തിയെ തൊടണമേ, സൗഖ്യമാക്കണമെന്നുള്ള ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ വലിയ സൗഖ്യങ്ങൾ മനുഷ്യരിൽ നടക്കുവാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇതിങ്ങനെ സംഭവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ, ജോലിക്ക് പോകുമ്പോഴൊക്കെ, പിന്നീട് ജോലിക്ക് പോകുമ്പോഴൊക്കെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ഓരോ ശുശ്രൂഷകളിലൊക്കെ, ചെറിയ വചന ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് വിളിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വചനം ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അത് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് അസൂയ, ഇതിന് ഞങ്ങളല്ലേ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അപ്പം ഇങ്ങനെ ഒരാളെ ദൈവം എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും നാളും സ്വന്തം വീട്ടിൽ നിന്നായിരുന്നേ പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടൽ തുടങ്ങി. കാരണം ഏത് വിധേന ഈ വ്യക്തിയുടെ ശുശ്രൂഷ ഇല്ലാതാക്കണം. കാരണം ഇതൊരു ബിസിനസ്സാക്കി, ഇതൊരു എന്താ പറയുന്നത്, എൻ്റെ മാത്രം എന്ന് പറഞ്ഞു കൊണ്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ എതിർപ്പുകളും ഒറ്റപ്പെടലുകളെല്ലാം ആയിട്ട് അതിനിടയിലൂടെ വലിയ പീഡാസഹനം. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, എൻ്റെ വീട്ടിലുള്ള എതിർപ്പിനേക്കാളും വലിയ എതിർപ്പായിരുന്നു ഏത് ക്രിസ്ത്യാനികളൊക്കെ ഇടയിൽ നിന്നുണ്ടായ എതിർപ്പ്. പിന്നെ അവിടെ നിന്നും ദൈവം ഉപയോഗിക്കും, ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. പല രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കാൻ വേണ്ടി തുടങ്ങി. ആളിപ്പോൾ ഇന്ത്യയിലധികം ശുശ്രൂഷ, ഒരുപാട് ആഫ്രിക്കയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ദൈവം അതിശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി കത്ത് ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തിയെ ദൈവം മാറ്റിയെടുത്തു. അപ്പം ഞാനിത് പറയാൻ കാരണം, കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ, കർത്താവിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നത്, അല്ലെങ്കിൽ സഭയുടെ വളർച്ച ഉണ്ടാകുന്നത് എപ്പോഴും അത് എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുമ്പോഴാണെന്നില്ല.
അപ്പം ഈ മനുഷ്യനെ വീട്ടിലുള്ള എല്ലാവരും അന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ആ വീട്ടിനകത്ത് ഇദ്ദേഹം ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചതുപോലെ ഈ ബുക്കും വായിച്ച് അങ്ങ് അവിടെ കൊണ്ട് അങ്ങ് തീർന്നതിന്. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും ഈ മനുഷ്യനെ എതിർത്തു. അതിന് നടുവിൽ ദൈവം ഈ മനുഷ്യന് അനുകൂലമായിട്ട് വന്നു. ക്രിസ്ത്യാനികൾക്കിടയിലും മനുഷ്യർക്കിടയിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ പല സ്ഥലത്തുനിന്നും പൂച്ചെണ്ടുകൾക്ക് പകരം പരിഹാസങ്ങളും കല്ലേറുകളും എതിർപ്പുകളും വരും. അപ്പോൾ അത് തന്നെയായിരുന്നു ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ആ സ്പെഷ്യാലിറ്റിയും ഈ വ്യക്തിയിൽ വെളിപ്പെടുവാനും ഈ വ്യക്തിയിലൂടെ കൂടുതൽ പേർ അനുഗ്രഹിക്കപ്പെടുവാനും കാരണമായത്. ഞാനത് പറയാൻ കാരണം, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ദൈവത്തെ വിളിച്ചിട്ട് ഈശോയുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല, കല്ലെറിയപ്പെടുന്നു, വീട്ടിലും നാട്ടുകാരുടെ ഇടയിലും മാറ്റി നിർത്തപ്പെടുന്നു, അത് തന്നെയാണ് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള വാതിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിശ്ചയമായി അനുഗ്രഹിക്കും. കാരണം ദൈവം ഇതെല്ലാം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളോട് ഈ മെസ്സേജൊക്കെ പറയുമ്പോൾ, നാളെ രാവിലെ സഭാധികാരികൾ എല്ലാവരും കൂടെ വന്ന് എനിക്കൊരു പൂച്ചണ്ടൻ നൽകി, എനിക്കൊരു ഹാരവും വലിയ ഷോളൊക്കെ ഇട്ട്, അനീഷ് ഓൺലൈനിൽ ചെയ്യുന്ന ശുശ്രൂഷയും അനീഷിന്റെ ടോക്കുകളൊക്കെ ഒത്തിരിയും പേരെ ഇൻസ്പയർ ചെയ്ത് ഞങ്ങൾ അനീഷിനെ അങ്ങ് ആദരിക്കുക എന്ന് പറഞ്ഞ് എന്നെ എങ്ങാനും ആദരിക്കാൻ വന്ന, പിന്നെ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ വീഡിയോയിലൂടെ കേട്ടോണ്ടിരുന്ന ഈ നിങ്ങൾക്ക് റിലീഫ് കിട്ടിയ, അഭിഷേകം കിട്ടിയ, ഡെലിവറൻസ് കിട്ടിയ, ഹീലിംഗ് കിട്ടിയ മെസ്സേജ് ഒന്നും അവിടെ കാണത്തില്ല. അവിടെ വെറും ഏതെങ്കിലും ഒരു കുറച്ച് പ്രഹസനമായിട്ട് എന്തെങ്കിലും മെസ്സേജുകൾ പറയുന്ന ഒരു ഇതായിട്ട് നിങ്ങൾക്ക് പിന്നെ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം മനുഷ്യന്റെ ആദരവും അംഗീകാരവും സംഭവങ്ങളും വരാൻ തുടങ്ങുമ്പോൾ അവിടെ കൊണ്ട് അതിന്റെ ആ ഒരു സംഭവം തീർന്നു. പക്ഷെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ചിലപ്പം ആ സ്ഥലത്ത് അംഗീകാരമായിരിക്കണം എന്നില്ല. അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലേറുകളും എതിർപ്പുകളൊക്കെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മനുഷ്യർ ചീത്തവിളി കൊണ്ടങ്ങ് പൂച്ചണ്ടങ്ങ് തരും. ചീത്തവിളി. അത് പല വിഭാഗം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് എവിടെയോ ഏതോ വ്യക്തികൾക്ക് ഇത് ഭയങ്കര അനുഗ്രഹമായി തീരുന്നുണ്ട്. അപ്പൊ ആ വ്യക്തി ഇപ്പം കർത്താവിൻ്റെ ഉള്ളിൽ പറയും, നീ ആ മക്കളോട് ക്ഷമിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അത് ഒരു പ്രാക്ടീസ് ആയിട്ടങ്ങ് മാറി. അപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡു നോട്ട് എക്സ്പെക്ട് എനി അപ്രിസിയേഷൻ ഫ്രം എനിവൺ. കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകമാണ് നിങ്ങളുടെ സ്രോതസ്സെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അടയാളങ്ങൾ നൽകും. അത് മതിയോ? കർത്താവിന്റെ അനുഗ്രഹം വേണോ? മനുഷ്യന്റെ പൂച്ചണ്ട് വേണോ? മനുഷ്യൻ പൂച്ചണ്ട് നൽകിയാൽ ആ പൂച്ചണ്ടും ആ കിട്ടുന്ന മാന്യത കൊണ്ടും അവിടം കൊണ്ട് നിൽക്കും. എന്നാൽ കർത്താവ് മാനിച്ചാൽ, കർത്താവ് അനുഗ്രഹിച്ചാൽ, കർത്താവ് ഉയർത്തിയാൽ, കർത്താവ് വളർത്തിയാൽ, കർത്താവിൻ്റെ ഒരു സിഗ്നേച്ചർ അതിനകത്തുണ്ടായിരിക്കും. അത് വേറെ ലെവലാണ്. രണ്ടാ. അത് വേറെ ലെവല്, ഇത് വേറെ. ഇത് അപ്പം നമ്മൾ തന്നെ പറയാം, അത് ലോക്കൽ, ഇത് ഇന്റർനാഷണൽ. അതിനകത്ത് വ്യത്യാസം. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ പുള്ളി ലോകം മുഴുവൻ അതിശക്തം ഉപയോഗിക്കുന്നുണ്ട്. നോട്ട് മെനി ഇന്ത്യൻസ് ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുണ്ടല്ലോ, ആർക്കും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി എൻ്റെ സുഹൃത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം, ദ വൺ തിങ് ദാറ്റ് ഐ ലേൺ ഫ്രം ഹിം, ഹി നെവർ കൺസിഡേർഡ് ഇദ്ദേഹത്തിനെതിരെ കല്ലേറുകളും ആക്ഷേപങ്ങളും. കാരണം ഒരു മനുഷ്യനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന കാണുമ്പോഴത്തേക്കും ചിലവർക്ക് അസൂയാണ്. അത് ഈ ജൂതന്മാർക്കുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഈശോനെ കണ്ടപ്പോൾ. കാരണം അവർ വിചാരിക്കുന്ന അവരാണെല്ലാം, ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലൂടെ തന്നെ ചെയ്യണം, വേറെ ആരും വന്ന് ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളിലൂടെ തന്നെ സംഭവിക്കണം. പണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ഈ പ്രിസണിലും ഇവിടെയുള്ള കുറേ ഇന്ന് വരെ മലയാളികൾക്ക് ഓപ്പണിംഗ് ആകാത്ത കുറച്ച് മേഖലകളിൽ ദൈവം എനിക്ക് ഓപ്പണിംഗ് തന്നെ. അപ്പം ഇവിടെ കുറേ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവർക്കത് കിട്ടിയില്ല. അത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പരിചയപ്പെട്ട 1-2 ആൾക്കാർ അതിനോട് അവിടെ അവർ മുഖാന്തരമായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടി. പ്രിസണിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയൊക്കെ. പക്ഷെ ഓർഗനൈസ്ഡ് മിനിസ്ട്രി ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കത് ഒരു മലയാളി പറഞ്ഞു, ഞങ്ങളിവിടെ ഇത്രയും വർഷമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം വേണ്ടി ഇങ്ങനെ ഒരാൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിത് വ്യക്തിപരമായിട്ട് എടുക്കുമൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തെങ്കിലും ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളിലൂടെ ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ദൈവത്തിനുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, ഓൺലൈനായിട്ട് ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അത് എന്നിലൂടെ മാത്രമേ ചെയ്യാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ തീരുവാണ്. എൻ്റെ ആ ഒരു എന്നെ ഞാൻ തന്നെ ലിമിറ്റ് ചെയ്യുവാണ്. ഈശോയുടെ ആഗ്രഹം എന്നാണെന്നറിയോ? അപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും പ്രസംഗിക്കണം.
ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ശുശ്രൂഷ ചെയ്യണം. നിങ്ങളുടെ ശുശ്രൂഷയും വളരണം. ഐ എൻകറേജ് യു ടു പോസ്റ്റ് വീഡിയോസ്. ഐ എൻകറേജ് യു ടു പ്രീച്ച് ജീസസ്. ഈശോയുടെ വിഷൻ, ഈശോ പറഞ്ഞൊരു കാര്യം, ഞാൻ ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് എൻ്റെ മിനിസ്ട്രി എന്നുള്ള നിങ്ങൾ ചെയ്യുക, നിങ്ങൾ മിനിസ്ട്രി, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രീച്ച് ജീസസ്. ഈശോനെ പങ്കുവയ്ക്കുക, ഈശോനെ പങ്കുവയ്ക്കുക. മേക്ക് വീഡിയോസ്, മേക്ക് ഓഡിയോസ്, മേക്ക് preaching videos or whatever you can do to glorify him. Do it. ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യുക. Don't expect any appreciation from anyone. Do it for the glory of the Lord. ഒരൊറ്റൊരുത്തന്നെ അപ്രിസിയേഷന് വേണ്ടി നിങ്ങൾ നിൽക്കില്ല. അപ്രിസിയേഷന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രിസിയേഷൻ കിട്ടുന്നതോടുകൂടി ചിലപ്പം നിങ്ങളുടെ ശുശ്രൂഷയുടെ ആ വളർച്ചയും അവിടെ കൊണ്ടങ്ങ് നിൽക്കും. അപ്രിസിയേഷൻ വേണ്ടെന്നേ. എന്തിനാ അപ്രിസിയേഷൻ? Jesus is appreciating you. Jesus is telling you you are doing a good job. നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ പോകുന്ന നിത്യമായിട്ട് ജീവിക്കുന്ന ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയല്ലേ? His appreciation and his support is greater than any appreciation or support that you might get from anyone on this planet. Whom did Apostle Paul got the appreciation? ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തോ? ഈശോയുടെ ശിഷ്യന്മാർ പൗലോസെ സൂപ്പർ ശുശ്രൂഷ കേട്ടോ, നല്ല പ്രസംഗം, നല്ല ടോക്കാന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പൗലോസിലെ പല സ്ഥലത്ത് ലേഖനം എഴുതാൻ പറയുന്നുണ്ട്. അവർക്ക് തമ്മിൽ ഇടയിൽ പോലും പലതരത്തിൽ, ഞങ്ങൾ 12 പേരല്ലേ തെരഞ്ഞെടുത്ത്, ഇത് 12ാമത്തെ ആളല്ലല്ലോ ഈ പുള്ളി. പക്ഷെ ആ മനുഷ്യനിലൂടെയാണ് ദൈവം കൂടുതലും ദൈവത്തെക്കുറിച്ചുള്ള മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പസ്തലനോട് ലെറ്റ് ഗോ ചെയ്തു. ഓരോ ആക്ഷേപങ്ങൾ വരുമ്പോൾ, ഓരോ കല്ലേറുകൾ വരുമ്പോൾ, ഓരോ വേദനകൾ വരുമ്പോൾ, ഓരോ എതിർപ്പുകൾ വരുമ്പോൾ അതിനൊന്നും എടുക്കുന്നില്ല. പിന്നെ അപ്പസ്തലൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഗലാത്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിന് 20-ാം വാക്യം. ആ വാക്യം കൂടെ വായിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ള ജീവിതമാണ്. നിങ്ങൾ ഇന്ന് കേട്ട എല്ലാ വചനം പറഞ്ഞാൽ ഈ ഒരു വചനം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ വചനം നൽകുന്ന ഉൾക്കാഴ്ച, 1-ാമത്തെ ഉൾക്കാഴ്ച, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പറഞ്ഞേ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ റാമനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുമായിരുന്നു. പക്ഷെ വീട്ടിൽ ആരും സപ്പോർട്ടില്ല. ജോലി സ്ഥലത്ത് എതിർപ്പ് വന്നു, കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് എതിർപ്പ് വന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എതിർപ്പ് വന്നു. അങ്ങനെ മൊത്തത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ നിൽക്കുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെട്ടു. വലിയ നീട്ടിയ പ്രാർത്ഥനയൊന്നുമില്ല, ജസ്റ്റ് വന്ന് കൈ തൊടുകയുള്ളൂ, അപ്പ രോഗസൗഖ്യമാണ്. കർത്താവിന് അറ്റസ്റ്റിംഗ് മിറക്കിൾസ്, സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നടക്കാൻ വേണ്ടി തുടങ്ങും. കർത്താവല്ലേ ചെയ്യുന്നേ. 1 മണിക്കൂർ കുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ചില ആൾക്കാർ കുത്തിരുന്ന് പ്രാർത്ഥിച്ച് ജസ്റ്റ് ഈ പുള്ളി വന്ന് ജസ്റ്റ് ഒന്ന് തൊടത്തേ ഉള്ളൂ, അവിടെ സൗഖ്യങ്ങൾ വെളിപ്പെടാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും, പറഞ്ഞേ, എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്നെ സ്നേഹിക്കുകയും. ഇതാണ് റെവലേഷൻ. ഞങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതല്ല, എന്നെ സ്നേഹിക്കുക. ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതിനുള്ള എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താ? ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുമായിരിക്കും, എന്നെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമൊക്കെ വന്ന് എല്ലാ ദിവസവും വന്നിട്ട്, ഓ അനീഷ ചെയ്യടാ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് പൂച്ചെണ്ടുകളും വലിയ ഹാരങ്ങളൊക്കെ നൽകി എന്നെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ട്. നോ, നമ്മളെല്ലാം സഭയോട് ഐക്യപ്പെട്ടാണ് നിൽക്കുന്നത്. ബട്ട് ദ മോട്ടിവേഷൻ കംസ് ഫ്രം ജീസസ്.
ഈശോയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈശോയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ജീസസ് ഈസ് ദ മോട്ടിവേഷൻ. ഹല്ലേലൂയ. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും, പൗലോസ്ലീഹ പറയുന്നില്ല, എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം, ഞങ്ങൾ ജെറുസലേമിൽ എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, യേശുവിൽ വിശ്വസിക്കുന്ന സ്ത്രീഹന്മാരെല്ലാം ഉണ്ട്, അവരെല്ലാവരും കൂടെ കൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അല്ലല്ലല്ല, എൻ്റെ ഐഹിക ജീവിതം എന്നുള്ളത് എന്നെ സ്നേഹിക്കുകയും, ഞങ്ങളെ എന്ന് പറയുന്നില്ല, എന്നെ വ്യക്തിപരമായി എന്നെ 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 സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി എന്നും പറയുന്നില്ല, എനിക്ക് വേണ്ടി, ഫോർ മീ ഓൺലി, എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അവിടെ വേറെ പിക്ചർ ഒന്നുമില്ല. നിങ്ങൾ പോകുന്ന പള്ളിയിൽ, നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ പള്ളിയിൽ എത്ര പേരുണ്ടെന്നും നോക്കണ്ട. ഡസൻറ്റ് മാറ്റർ, ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. എന്നെ സ്നേഹിക്കുക. എന്നെ സ്നേഹിച്ചവന്റെ സ്നേഹത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കുരിശിൽ നടന്നത്. എന്നെ സ്നേഹിക്കുക, എനിക്ക് വേണ്ടി ബലിയായി തീരുക. എൻ്റെ ശാപങ്ങളെ അവൻ ബ്രേക്ക് ചെയ്തു, എൻ്റെ ബന്ധനങ്ങളെ അവൻ അഴിച്ചു, എൻ്റെ കെട്ടുകളെ അവൻ തകർത്തു. ലോക ചരിത്രത്തിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡെലിവറൻസ് നടക്കുന്ന സമയം യേശുവിൻ്റെ കുരിശുമരണ സമയമാണ്. അവിടെ നടന്ന ഡെലിവറൻസിനോളം വലിയ ഡെലിവറൻസ് ആർക്കും കൈവച്ചു തരാൻ പറ്റത്തില്ല. ദ ബിഗ്ഗസ്റ്റ് ഡെലിവറൻസ് ഇറ്റ് ഹാഡ് ടേക്കൻ പ്ലേസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവരി. ഈ ഭൂമിയിലുള്ള ഓരോ ക്രിസ്ത്യൻ മിനിസ്റ്റർ, അതൊരു പള്ളിലച്ചനാകട്ടെ, വൈദികനാകട്ടെ, വചനപ്രഘോഷകനാകട്ടെ, ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ട വചനം കയ്യിലെടുക്കുന്ന വ്യക്തിയാകട്ടെ, ആ വ്യക്തിയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ആ വ്യക്തിയിലേക്ക് ആളെ കൊണ്ടുവരാനല്ല, കുരിശിൽ യേശു ചെയ്തു കഴിഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് യേശുവിന്റെ കുരിശുബലിയിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ദാറ്റ് ഈസ് ദ കോൾ. ഏത് വലിയ ധ്യാനഗുരുവാകട്ടെ, വചനപ്രഘോഷകനാകട്ടെ, ഒരൊറ്റ കോളിങ്ങേ ഉള്ളൂ. ഒറ്റ കോളിൽ പിതാവാം ദൈവം ഇടയ്ക്ക് കയറി ഇടപെടും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ ആൾദൈവങ്ങൾ വരുമ്പോൾ പേടിക്കണം. അപ്പോസ്തലൻ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ. നമുക്ക് പെട്ടെന്നൊരു മനുഷ്യർ തന്നെയാണ് ഈ വചനപ്രഘോഷമൊക്കെ കാണും. അയ്യോ, ആ അച്ഛൻ ആ വചനപ്രഘോഷൻ എന്നാ കൃപയാന്നേ, ഓൻ കൃപ അങ്ങ് ഒഴുകുക, രോഗസൗഖ്യം അങ്ങ് ഒഴുകുക. നമ്മൾ പെട്ടെന്ന് ക്രിസ്തു അങ്ങ് മാറി, ഈശോ അങ്ങ് മാറി, നമ്മൾ മൊത്തം ആ വ്യക്തിയിലേക്ക് വന്നു. പിന്നെ ആ വ്യക്തിക്ക് ഭൂമിയിൽ ഇരിക്കാൻ പറ്റാത്തോളം പ്രശ്നങ്ങൾ വരിക അതിനുശേഷം. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാരണം പിതാവാം ദൈവത്തിന് ഇഷ്ടമില്ല, വേറൊന്നുമല്ല. നിർഭാഗ്യവശാൽ ഒരുപാട് ആൾദൈവങ്ങൾ, മറ്റേത് മതത്തെക്കാളും കൂടുതൽ ആൾദൈവങ്ങൾ ഉള്ളത് ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് അറ്റ് ദ മൊമെന്റ്, വേൾഡ് വൈഡ്. പക്ഷെ അത് പിതാവാം ദൈവത്തിന് ഇഷ്ടമില്ല. സാഡ്ലി ഹി ഡസൻ ലൈക്ക് ഇറ്റ്. പിതാവാം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യം, ലിഫ്റ്റ് ജീസസ്. പിതാവാം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യം, ഈശോനെ ഉയർത്തുക, ഈശോയിലേക്ക് കൊണ്ടുവരിക, ഈശോയെപ്പറ്റി പറയുക, ഈശോയുടെ സ്നേഹത്തെപ്പറ്റി പറയുക, ഈശോ ക്രൂശിൽ എന്താ ചെയ്തു കഴിഞ്ഞതെന്ന് പറയുക, പരിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുക, അതിലൂടെ നമ്മളിലേക്ക് വരുന്ന ദൈവകൃപയെക്കുറിച്ച് പറയുക. വേറെ ഒന്നും പറയണ്ട, അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഹെവൻലി ഫാദർ സപ്പോർട്ട്സ് യു. ഹല്ലേലൂയ. ഈശോയുടെ കുരിശു ബലിയിലാണ് എല്ലാ ഡെലിവറൻസും നടക്കുന്നത്. എവറിത്തിങ്. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഡെലിവറൻസിനും വേണ്ട വില മുഴുവനും ഈശോ ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞിട്ടാ പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതാ ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. സകലതും നിവർത്തിച്ചതിന്റെ അനുഗ്രഹമാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിലേക്ക് ഇങ്ങനെ റിലീസ്ഡ് ആയിട്ട് വരുന്നത്. നമ്മൾ സാധിക്കുന്ന പോലെ എല്ലാ ദിവസവും ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുക. നാളൊരു പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എവിടെയാ ഉള്ളേ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇന്ന സ്ഥലത്തുണ്ട്, എനിക്ക് ബ്രദറിൻ്റെ ഒന്ന് കൈവപ്പ് മേടിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൈവപ്പിനത്തിന് ഇല്ല ബ്രദറെ, ഞാൻ ഇന്നലെ വേറെ ബ്രദറിൻ്റെ അടുത്ത് പോയി, വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി, വേറൊരു സ്ഥലത്ത് പോയി, ഒന്ന് ഹോളി കമ്മ്യൂണിന് പള്ളിയിൽ പോയായിരുന്നു. ഇല്ല ബ്രദറെ, വിട്ട് എനിക്ക് പക്ഷേ ഈ ഒരു ശക്തി കിട്ടിയാലേ ഉള്ളൂ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇത് എവിടുന്ന് കയറി ഈ ഒരു സംഭവം? അതായത് വ്യക്തികളിൽ നിന്ന് എന്തോ പകർന്നു കിട്ടിയാലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി. അത് ബ്രദറെ, കരിസ്മാറ്റിക്കാർ അവിടെ പഠിപ്പിച്ചു, ഇവിടെ പഠിപ്പിച്ചു, മറ്റോടത്ത് പഠിപ്പിച്ചു. കരിസ്മാറ്റിക്കാർ അങ്ങനെ പലതും പറയും, ഇവരൊക്കെ പലതും പറയും. എന്നാൽ വേറെ വചനപ്രഘോഷകൻ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വചനം പറയണമെങ്കിൽ ഒരു 100 പേരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോസ്തലനായ പൗലോസ്ലീഹ വചനം പ്രസംഗിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്, പ്രാർത്ഥനയൊക്കെ അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതല്ലേ. പക്ഷെ നമ്മളല്ല അവിടെ ഒരു വിഗ്രഹം,
അവിടെ യേശു പ്രസംഗിക്കപ്പെടാൻ വേണ്ടി, ഈശോ എല്ലാവരും അറിയാൻ വേണ്ടി, ഈശോയുടെ സ്നേഹം എല്ലാവരും രുചിച്ചറിയാൻ വേണ്ടി അപ്പോസ്തലൻ പൗലോസ് ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ഈശോനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. വേറെ ഒന്നും ഞാൻ പറയരുത്. ഞാൻ പറയാൻ എനിക്ക് പറ്റുന്നത് എൻ്റെ ഈശോയെക്കുറിച്ച് മാത്രമായിരിക്കണം. വെൻ ഐ ഓപ്പൺ മൈ മൗത്ത് ഐ വിൽ ബി ഏബിൾ ടു ടോക്ക് ഓൺലി അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ എനിക്കൊന്ന് വരച്ചു കാട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ്. ക്രിസ്തുവിനെ ഒന്ന് വരച്ചു കാട്ടുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ജോബാണ്. പഴയ നിയമം പ്രസംഗിക്കുക എന്നുള്ളത് ഈസി ജോബാണ്. മോശ പഠിപ്പിച്ച കൽപ്പനകളും മോശയുടെ ആശയങ്ങളും അത് ചെയ്യണം ഇത് ചെയ്യണം ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഇറ്റ്സ് എ സിമ്പിൾ ജോബ്, ഇറ്റ്സ് എ ഈസി ജോബ്. ഫരിസേയനായ സാവൂളിന് പുല്ല് പോലെ ചെയ്യാൻ പറ്റുന്ന പണിയായിരുന്നു. പക്ഷേ പ്രീച്ചിങ് ക്രൈസ്റ്റ്, ഈശോനെ പ്രസംഗിക്കുന്നത് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. ഈശോ എന്ന നാമം നാവിലെടുത്തുനിന്ന് ഉപയോഗിക്കാൻ സോ ഡിഫിക്കൽട്ട്. ഈശോയുടെ കാര്യങ്ങൾ, ഈശോയുടെ സ്നേഹവും ഹൃദയത്തിന്റെ കാര്യങ്ങളും ഈശോയുടെ സ്വഭാവങ്ങളും ഈശോ സ്നേഹിക്കുന്ന എത്രമാത്രം ഉണ്ടെന്നൊക്കെ ഒന്ന് പറയാനുണ്ടല്ലോ. കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, ഇറ്റ്സ് സോ ഈസി നൈസ് എന്ന് തോന്നും. ബട്ട് ഇറ്റ് ഈസ് സോ ഹാർഡ് ടു പ്രീച്ച്. കാരണം ഇത് മനുഷ്യന്റെ ഹൃദയത്തെ കുത്തി തുളച്ചങ്ങ് അകത്തോട്ട് കയറി അവനിൽ നടക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ യേശു പ്രസംഗിക്കപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. തിയോളജി പ്രസംഗിക്കപ്പെടുമ്പോൾ അല്ല, പഴയ നിയമം പ്രസംഗിക്കപ്പെടുമ്പോൾ അല്ല, ഈശോ പ്രസംഗിക്കപ്പെടും. കാരണം ജീസസ് ഈസ് അവർ സെന്റർ അല്ലേ? ഒന്നോർത്തെ, ഒരുപാട് പേര് ഇങ്ങനെ മനുഷ്യരിങ്ങനെ ചുറ്റും നിൽക്കുന്നതിനിടയിൽ ഈശോ ഒരിക്കല് അവരിൽ നിന്നൊക്കെ ഇറങ്ങി, അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ വലിയ വലിയ ഫരിസേയരുണ്ടായിരുന്നു, സദുക്യരുണ്ടായിരുന്നു, നിയമജ്ഞരുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു, ഭയങ്കര പൈസ ഉള്ളവരുണ്ടായിരുന്നു. ഇവരെല്ലാം ചുറ്റി വന്ന് നിൽക്കുവാണേ. ചിലപ്പോൾ നമ്മൾ ചില ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകുമ്പോൾ വലിയ ധ്യാനഗുരുക്കന്മാരുടെയൊക്കെ ചുറ്റും ഇങ്ങനെ അകമ്പടിയോടുകൂടി അവരുടെ വിങ്ങായിട്ട് ചിറക് പോലെ ഇങ്ങനെ ആൾക്കാർ നിൽക്കും അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അയ്യോ ഇവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ, ഇവരെയൊക്കെ അടുത്ത് വരാൻ പറ്റുമോ, അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആൾക്കാരൊക്കെ. അപ്പം കർത്താവ് അവിടെ ഇങ്ങനെ ആൾക്കാരായിരങ്ങൾ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന സമയത്ത് കർത്താവ് അവർക്ക് നടുവിലൂടെ, അവരുടെ ഇടയിലൂടെ കർത്താവ് യാത്ര ചെയ്തുകൊണ്ട് കർത്താവ് ഒരു വ്യക്തിക്കരികിലേക്ക് കർത്താവ് പോവുകയാണ്. ഒരു മനുഷ്യനെ തേടി കർത്താവ് പോവുകയാണ്. അതാരായിരുന്നു അറിയാമോ? തകർന്ന് തരിപ്പണമായി കിടന്ന ഒരു മനുഷ്യൻ. തകർന്ന് തരിപ്പണമായി കിടന്ന ഒരു മനുഷ്യന്റെ അരികിലേക്ക് ഈശോ പോയി. ഈശോ കടന്നുപോയി. ഞാനീ പറയാം, നിങ്ങളുടെ മനസ്സിൽ ഈ പിക്ചർ ഒന്ന് കാണണം. ഒരു സ്ഥലത്ത് ഈശോ ഇങ്ങനെ പഠിപ്പിക്കുക, വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് കർത്താവ് ടോക്ക് നിർത്തിയിട്ട് ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ പോവുക. അപ്പം എല്ലാവരും നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വലിയ പ്രഭാഷകരൊക്കെ ഇപ്പുറത്ത് നിൽക്കുന്ന വലിയ വലിയ ആൾക്കാരെയും വലിയ അബ്കാരി മുതലാളികളെയും കോടീശ്വരന്മാരെയും നല്ല സമ്പന്നരായിട്ടുള്ളവരെയൊക്കെ ആദ്യം കണ്ട് ട്രീറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ മനുഷ്യൻ, ഈ ആശാരിയുടെ മകൻ, ഇതെന്തോ ഒരു വ്യത്യസ്തത ഈ മനുഷ്യനിലുണ്ടല്ലോ. ഇങ്ങനെ വേറൊരു ഡയറക്ഷനിൽ പോകും. കർത്താവ് വേറൊരു ഡയറക്ഷനിലൂടെ പോവാണ്. ആ മലയുടെ താഴ്വരയിലൂടെ വേറൊരു വഴിയെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ പിന്തുടർന്നുകൊണ്ട് പോയി. പിന്തുടർന്ന് ചെന്നത് എങ്ങോട്ടാ? ഒരു മനുഷ്യൻ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് എല്ലാം തീർന്ന് അവസാനിച്ചെന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് ദേഹം മുഴുവൻ കുഷ്ഠമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അന്ന് ആൾക്കാർ ആ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ടോ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയും. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു മനുഷ്യന് ഏതെങ്കിലും രോഗം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ്, രോഗം എന്ന് വെച്ചാൽ ഈ കുഷ്ഠരോഗം പോലത്തെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അത് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സഭയല്ല, അന്നത്തെ ജൂതന്മാരാണ്, ജൂതമതമാണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാരണം ഈ വ്യക്തിയിൽ ഒരു പാപം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മനുഷ്യന് ഈ രോഗം വന്നത് എന്നുള്ള ഒരു പഠനം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ചെയ്ത തെറ്റാകാം, ഇദ്ദേഹത്തിൻ്റെ അപ്പനപ്പൂപ്പന്മാർ ചെയ്ത തെറ്റാകാം, അത് ഇദ്ദേഹത്തെ വേട്ടയാടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഭീകരമായ ഒരവസ്ഥ ജീവിതത്തിൽ വന്നത്. അപ്പം അങ്ങനെയുള്ള പഠനം ഇന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് ആന്റി ക്രിസ്ത്യൻ ടീച്ചിങ് ആണ്, ആന്റി ക്രൈസ്റ്റ് ആണ്, ആന്റി ക്രിസ്ത്യൻ സ്പിരിറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കാഴ്ചപ്പാട് അന്ന് വേരുറപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പം ആ മനുഷ്യനെ പിന്നെ നാട്ടുകാർ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കത്തില്ല. എല്ലാവരാലും വെറുക്കപ്പെട്ടു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ഈ മനുഷ്യന്റെ അവസ്ഥ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കാറുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്ന് ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? മക്കളെ ഇനി ഒരിക്കലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ പറ്റുമോ?
വിദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കി കാണാനല്ലേ പറ്റത്തുള്ളൂ. മക്കളെ, ജീവിത പങ്കാളി അവർ ഓടിക്കളിക്കുന്നൊക്കെ ഇങ്ങനെ വല്ലോടത്തൊക്കെ ഇങ്ങനെ വല്ലോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയും. കാരണം മനുഷ്യനെ എക്സ്കമ്മ്യൂണിക്കേറ്റ്, അത് മതത്തിന് ഭയങ്കര അധികാരമാണ്. മതത്തിന് ഇന്നും ചില രാജ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയം. യൂറോപ്പിൽ അത് ഒത്തിരി മാറി. മതത്തിന് ഭയങ്കര അധികാരമാണ് മതപുരോഹിതർക്ക്. അവർക്ക് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എക്സ്കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിനി എന്നാ പറയുന്നത്, ഈ നാട്ടിൽ വരരുത്, ഈ നാട്ടിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് പുറത്താക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. ഒരു ഭയങ്കര അതിക്രൂരമായിട്ട് ഒരു സ്ഥലത്ത് പിന്നെ പോയി എവിടെയെങ്കിലും പോയി കിടന്ന് മരിച്ചോണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെയാണ്. അങ്ങനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോയൊരു മനുഷ്യൻ തകർന്ന് തരിപ്പണമായിട്ട് ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ഒരാൾ, ഒരു പ്രാർത്ഥനക്കാരൻ തിരിഞ്ഞു നോക്കത്തില്ല. ഒരു ബ്രദറും ഒരു വചനപ്രഘോഷകനും അന്നത്തെ കാലത്തെ മതപുരോഹിതരും ഒന്നും തിരിഞ്ഞു നോക്കത്തില്ലെന്നേ. ആരും തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യന്റെ അരികിലേക്ക് യേശു കടന്നു വരികയാണ്. അപ്പൊ യേശു ആ മനുഷ്യന്റെ അരികിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. എനിക്കറിയാം നീ ഒരുപാട് പേരെ സൗഖ്യമാക്കുന്നുണ്ട്. ചിലപ്പം ഈശോ അന്ന് ഈ പ്രസംഗമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് നിന്ന ആ ഒരു മലയുടെ അല്ലെങ്കിൽ ആ ഒരു കല്ലിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു കുറച്ച് താഴോട്ട് മാറി മല നിന്നല്ലേ യേശു പ്രസംഗിക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ടോണ്ട് ഏതെങ്കിലും സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, അയ്യോ ഈ മനുഷ്യൻ എൻ്റെ അടുത്തുനിന്ന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങാനും എനിക്കൊരു സൗഖ്യം കിട്ടുമായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഓർത്ത ആളിങ്ങനെ മനസ്സ് അതൊക്കെ ഓർത്ത് ചിന്തിച്ച് പയ്യെ ദേഹം മുഴുവൻ കുഷ്ടാകും, ഭയങ്കര വേദനയല്ലേ, എഴഞ്ഞ് അതിൽ നീന്തി ഈ സൈഡിലോട്ട് വന്നപ്പം ഈശോ അതിലേ ഡയറക്ഷനോടെ വരിക. അപ്പം കർത്താവ് ഈ വ്യക്തിയും തമ്മിൽ കണ്ടുപിട്ടി. അപ്പം ഈശോ പറയുകയാണ്, ഈശോയോട് ചോദിക്കണം, ഈശോയെ മനസ്സുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് സൗഖ്യമാക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മതി. കർത്താവിന് വേണമെങ്കിൽ ഈ വ്യക്തിനെ ഒരു വാക്കുകൾ കൊണ്ട് ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, നീ സുഖമാകട്ടെ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് സൗഖ്യമാക്കാൻ മേലെ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ചീഞ്ഞഴിഞ്ഞ ലാസറിന്റെ ശരീരത്തിന് ജീവൻ കൊടുത്ത് ലാസറിനെ ശവക്കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ജീവൻ നൽകി കൊണ്ടുവന്ന കർത്താവിന് സുഖമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് മതി സൗഖ്യം കൊടുക്കാറ്. ഈ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന് താഴെ ഭാഗത്തിൽ ശതാധിപന്റെ വൃത്തിന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത്, ശതാധിപൻ വിശ്വസിച്ചപ്പോൾ തന്നെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന വൃത്തിന് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. ആ കർത്താവിന് ഈ മനുഷ്യന് ഒരു വാക്കുകൊണ്ട് സൗഖ്യം കൊടുക്കാറ്. പക്ഷേ ഈശോ എന്നാ ചെയ്യാന്നറിയോ, മനസ്സുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ നടുവിൽ വെച്ച് ഈ മനുഷ്യനെ കർത്താവ് അങ്ങ് തൊട്ടതിന് പിന്നെ 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, കുഷ്ഠരോഗമുള്ള ഒരു മനുഷ്യനെയും അന്ന് വരെ ആരും തൊടാത്തതിൻ്റെ കാരണം കുഷ്ഠം പകരും. അതുപോലെ തന്നെ ആ ഒരു കാഴ്ചപ്പാട് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യത്തില്ല. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയോ സ്പർശിക്കുകയോ ചെയ്ത ആ വ്യക്തിയിലുള്ള ബന്ധനം പിശാച്ച് അവരിലേക്ക് കയറും എന്നൊരു ചിന്താഗതിയുണ്ട്. ഇതും ഇന്നത്തെ കാലത്ത് ക്രൈസ്തവർക്കിടയിൽ ചില പ്രഭാഷകർ പ്രസംഗിക്കാറുണ്ട്. ഇതും ആന്റി ക്രിസ്ത്യൻ ടീച്ചിങ് ആണ്, ക്രിസ്തുവായിട്ട് ബന്ധമില്ല. എന്നാൽ കർത്താവ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കി കൊടുത്തു, ഈ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ട്. കർത്താവ് എന്താ ചെയ്തേ? തൊട്ടോണ്ട് സൗഖ്യമാക്കി. അവനെ തൊട്ടു. കർത്താവ് തൊട്ടതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഏത് മനുഷ്യന്റെ ഏത് വിഷയത്തിലും ഈശോയ്ക്ക് ഇടപെടാൻ പറ്റും. ഈശോയിൽ വിശ്വസിക്കുന്ന നിങ്ങളും ഈ ഒരു ടീച്ചിങ്ങിനകത്താണ് വരേണ്ടത്. നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ആരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിലും നിങ്ങൾ മടി കാണിക്കരുത്. കാരണം ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? ഈശോയുടെ കൂടെ ഇരുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഈശോ ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ നീറിപ്പുകയുന്ന അവസ്ഥകൾ അറിയുന്ന ദൈവം ആ മനുഷ്യൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. ഒരിക്കലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കത്തില്ലെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഈ മനുഷ്യൻ ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ച ഒരു സംഭവം, ഒരു കാര്യം ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. എന്താണ് ആ കാര്യം? എന്നെ ഇനി ആരും തൊടത്തില്ല, എന്നെ ഇനി ആരും സ്പർശിക്കത്തില്ല, എന്നെ ഇനി ആർക്കും തൊടാൻ പറ്റത്തില്ല, കാരണം ഞാൻ അൺടച്ചബിൾ അല്ലേ എന്ന് സമൂഹവും മതവും വിധി എഴുതി. അൺടച്ചബിൾ എന്ന് ലോകം വിധി എഴുതിയ ഒരു വ്യക്തിയെ ഈ മനുഷ്യൻ
ആ മനുഷ്യനെ യേശു തൊട്ടപ്പോൾ ആ സ്പർശനം ലഭിച്ചത് ശരീരത്തിലായിരുന്നെങ്കിലും അവന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് അവൻ കരുതി എഴുതി തള്ളി മാറ്റിവെച്ച ആ ഒരു ഈ ഒരു തൊടുന്ന സ്പർശനമുണ്ടല്ലോ, ആ ഫസ്റ്റ് ടച്ച് അവനെ ഉണ്ടാക്കിയ കരം തന്നെ വന്ന് അവനെ തൊടുകയാണ്. ആ ടച്ച്, ആ സ്പർശനം ബൈബിളിലെ ഏറ്റവും എന്നാ പറയുക, ഏറ്റവും ബൈബിളിലെ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളെ നമ്മളോട് പരിശുദ്ധാത്മാവോട് നിങ്ങൾ പറയണം. ഇങ്ങനൊന്ന് പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിൽ ഒന്ന് വ്യക്തമാക്കി തരണം, ഈ അത്ഭുതങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കി തരണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ആ സ്കെയിലങ്ങ് എടുത്ത് മാറ്റും. പഴയ നിയമത്തിന് അന്ധത എടുത്തങ്ങ് മാറ്റും. ആ സ്പിരിറ്റ് അങ്ങ് പൊട്ടുമ്പോഴേ ഉള്ളൂ ഈ വചനത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെ കണ്ണു തുറക്കത്തുള്ളൂ. അതങ്ങ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ പൊട്ടിക്കറിയുന്നത് കാര്യങ്ങൾ കർത്താവ് ഒന്ന് ഇറങ്ങി വന്ന് ഈ മനുഷ്യനെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി അല്ലേ. ആ തൊട്ട കർത്താവിന് ഇന്നും നിന്നെ തൊടാൻ പറ്റും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും ചെന്ന് ഇതാണ് ഞാൻ, എൻ്റെ ഹൃദയം ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഓരോ മനുഷ്യൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഈ സത്യം മാത്രം നിങ്ങളൊന്ന് പ്രസംഗിക്കണം, നിങ്ങളൊന്ന് പറയണം. സുവിശേഷം, സദ്വർത്തമാനം. സുവിശേഷം എന്ന് വെച്ചാൽ എന്താ? ഗുഡ് ന്യൂസ്. ഞാൻ അവർക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നതിലൂടെ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടും, നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ലോകത്ത് എവിടെ പ്രസംഗിച്ചാലും ആ സ്ഥലത്ത് ആള് വരും. ഓൺലൈൻ ആണേലും ഓഫ്ലൈൻ ആണേലും. ഇനി മീറ്റിംഗ് ഈ പ്രസംഗം നിങ്ങൾ ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ നടുവിലും ഈശോ വന്നിട്ടുണ്ട്. നമ്മുടെ നടുവിൽ എവിടെ പ്രസംഗിച്ചാലും വരും. ആളെക്കുറിച്ച് ആയിരിക്കണം പ്രസംഗിക്കണം, മോശമല്ലായിരിക്കണം, ജീസസ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈശോ പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ ഈശോ വരും. ഈശോ വന്നാൽ പാപികൾ മാനസാന്തരപ്പെടും, രോഗികൾ സൗഖ്യമാവും, ബന്ധനങ്ങൾ അഴിയും. അത് പ്രഭാഷകന്റെ കഴിവല്ല. പ്രസംഗിച്ച ആള് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ആ ആൾ അവിടെ വരും. വരുന്നതിന്റെ ശക്തിയാണ്. മനസ്സിലായോ? യഥാർത്ഥ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഒരു ശുശ്രൂഷകൾ നടക്കുന്നതിന്റെ തെളിവെന്താ? ആ കൺവെൻഷൻ കഴിയുമ്പോൾ കൺവെൻഷനിൽ പ്രസംഗിച്ച പ്രസംഗകരിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോയിട്ടുണ്ടെങ്കിൽ ആ കൺവെൻഷന്റെ മുഴുവൻ സംഭവം എത്തി നിൽക്കുന്നത് ആ വ്യക്തിയില്ല. എന്നാൽ ഒരു പ്രസംഗം, ഒരു പ്രാർത്ഥന, ഒരു കൂട്ടായ്മ കൂടിയിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് 100 അല്ല 150% പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇത് മാത്രം നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പ്രെയർ മീറ്റിങ്ങിനോ ഒരു കൺവെൻഷനോ നിങ്ങൾ പോയിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഭാരവും അസ്വസ്ഥതയും കുറ്റബോധവും മനസ്സിന് വല്ലായ്മയും ബോഡി പെയിനും ചിലപ്പം അന്ധമായ ഒരു വ്യക്തിയോടുള്ള ആത്മീയ ആരാധനയും ഒക്കെ ആണെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് മുഴുവൻ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഈശോയുടെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിറയപ്പെട്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധാത്മാവ്. And he will give you the peace that surpasses all your understanding. സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകും, പ്രത്യാശ നൽകും, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് നൽകും. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്ന് പറയും. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. കാരണം ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യനല്ല, മതമല്ല, ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ജൂതന്മാര് അന്ന് പഠിപ്പിച്ചു മനുഷ്യനൊരു വിലയില്ല, വാല്യൂ ഇല്ല, ഇതാ. ഈശോ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, നിങ്ങൾ വിലപ്പെട്ടവരാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്, ദൈവത്തിന് സ്വന്തമാണ്, ദൈവത്തിന് സ്വന്തമാണ്, ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, വിലപ്പെട്ടവരാണ്. ഐ എം സോറി, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അതിശക്തമായ ജൂതവൽക്കരണം നടന്നൊരു സമൂഹത്തിലാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. എനിക്കറിയാം എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഒരു 10 പേരെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന ഒരു അനുഭവമാകുവാൻ അത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വൈദികർ കണ്ണുനീരോടെ അവർ പറയാറുണ്ട്, ഇത് ആരും പറയുന്നില്ല, ആരും കേൾക്കുന്നില്ല. കേൾക്കുമ്പോൾ എല്ലാം റൈറ്റായിട്ട് തോന്നുന്ന പഴയ നിയമം പ്രസംഗിക്കുമ്പോഴാണ്. പഴയ നിയമം പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ദാറ്റ് ഈസ് റൈറ്റ്.
പഴയ നിയമത്തിൽ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ അതാണ് ആ കൽപ്പനകളും ആ ചട്ടങ്ങളും ആധിപത്യങ്ങളും ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതാണല്ലോ റൈറ്റ്. ഇറ്റ് സൗണ്ട്സ് റൈറ്റ് ബട്ട് ഡസന്റ് വർക്ക് റൈറ്റ്. ഡു യു നോ ദ ഡിഫറൻസ്? ഇറ്റ് സൗണ്ട്സ് റൈറ്റ് ബട്ട് ഇറ്റ് ഡസന്റ് വർക്ക് റൈറ്റ്. അതായത് പേഴ്സണൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അത് നടക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമുണ്ട് അത് കൽപ്പനകൾ അനുസരിച്ച് മുഴുവൻ ജീവിക്കുക, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്. പേഴ്സണൽ ലൈഫിൽ എല്ലാവരും പറയുന്നവർ തന്നെ പ്രസംഗിക്കുന്നവർ തന്നെ വീണുകൊണ്ടിരിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇറ്റ്സ് ഓൾ എബൌട്ട് ക്രൈസ്റ്റ്. നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോയിൽ അധിഷ്ഠിതമാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ആ കൃപയ്ക്ക് അധീനനായി അതിന്റെ കീഴിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ആ കൃപയാണ് നമ്മളെ വഴി നടത്തുന്നത്. ആ കൃപയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ ശക്തി നമ്മളെ എല്ലാ കൽപ്പനകളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ അവലംബിക്കുവാൻ, അതിൻ്റെ ഫുൾഫിൽനെസ്സിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. യേശുവിൻ്റെ താടിരോമം വലിച്ചു പറിച്ചു, യേശുവിനെ ശിരസിൽ മുൾക്കിരീടം അണിയിച്ചു. അവരോട് യേശു ക്ഷമിച്ചില്ല. ഇത് എവിടെയെങ്കിലും എഴുതപ്പെട്ടതുകൊണ്ടാണ്. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? മോശ കൽപ്പനയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടോ? താടിരോമം വലിച്ചു പറിക്കുന്നവനെ ക്ഷമിക്കുവിൻ, കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കുന്നവനോട് ക്ഷമിക്കുവിൻ. കർത്താവ് കുരിശെ കടന്നു, അയ്യോ മോശയുടെ കൽപ്പനയാണ് കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കുമ്പോൾ ക്ഷമിക്കാം. ക്ഷമിക്കാം. അങ്ങനെയായിരുന്നോ? നോ. കർത്താവിന്റെ നേച്ചറാ, ക്യാരക്ടറാ. അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് ദൈവം നമ്മളെ വളർത്തുവാണ്. ചീത്ത പറയുമായിരിക്കും, നിങ്ങളെ കല്ലെറിയുമായിരിക്കും, അതും പറയും. പക്ഷെ അവരോടൊക്കെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു ഗ്രേസ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങളിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്റെ നുകം ലളിതമാ, മൈ യോക്ക് ഈസ് ഈസി, മൈ ബേർഡൻ ഈസ് ലൈറ്റ്. എന്റെ നുകം ഈസി അല്ല, അത് ലളിതമാണ്. മൈ ബേർഡൻ, ഞാൻ നൽകുന്ന ബേർഡൻ ലൈറ്റാ. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ അപ്പസ്തോലൻ എഴുതിയ ലേഖനങ്ങളെ, എഫെസോസ് ലേഖനമൊക്കെ ലാസ്റ്റ് അപ്പസ്തോലന്റെ മരണത്തിന് കുറച്ച് മുമ്പ് തൊട്ട് മുമ്പ് എഴുതുന്ന ലേഖനമൊക്കെ. അപ്പം ഈ ലേഖനമൊക്കെ എഴുതുന്നത് ആൾ ഒരുപാട് ഒപ്പോസിഷന്റെ നടുവിൽ നിന്നാണ്. ആ നടുവിൽ നിന്ന് എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ഡീപ്പർ മീനിങ് ഉള്ള ഈ കാര്യങ്ങളെല്ലാം ആൾ എഴുതുമ്പോൾ ആളുടെ പിന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവുകൾ എത്രമാത്രമായിരുന്നു. 2000 വർഷക്കാലമായിട്ട് ലോക ചരിത്രത്തിലെ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഏബ്രഹാം ലിങ്കനും ഒക്കെ അടക്കം അനേകരെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത സെയിന്റ് പോളിന്റെ റവല്യൂഷണറി ആയിട്ടുള്ള സെയിന്റ് പോളിന്റെ ലേഖനങ്ങൾ, ആ ലേഖനങ്ങളിലൂടെ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു. അപ്പം ഇതെല്ലാം എഴുതുന്ന സെയിന്റ് പോളിന്റെ അടിസ്ഥാനം എന്നുള്ളത്, സെയിന്റ് പോൾ പറയുക, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. എൻ്റെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, എല്ലാ സഭാവിഭാഗങ്ങളിലും എല്ലാ ഡിനോമിനേഷൻസിലും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഒരു തിരിച്ചറിവിലേക്ക് വളർന്നു വരുവാൻ, എല്ലാ വ്യക്തികളും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വളർന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഐ എം സോ താങ്ക്ഫുൾ. എനിക്ക് ഒത്തിരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാനൊരു സീറോ മലബാർ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മാർത്തോമ സെമിനാരിയുടെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് അന്ന് അവിടെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മാർത്തോമ ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എനിക്ക് വചനം ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പണിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് എനിക്കൊരു വചന ശുശ്രൂഷയ്ക്ക് ഒരു അവസരമൊക്കെ തന്നത് മാർത്തോമ സഭയും അതുപോലെ തന്നെ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയൊക്കെയാണ്. അപ്പം അവരുടെയൊക്കെ ഞാൻ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, ഇപ്പം യാക്കോബായ ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, മാർത്തോമ ചർച്ച് ഒത്തിരി നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സീറോ മലബാർ സഭ, ലാറ്റിൻ ചർച്ച്, കാത്തലിക് ചർച്ചിൽ ഏറ്റവും അധികം സപ്പോർട്ടായിട്ട് നമുക്ക് പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സുകളും ടോക്കുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എപ്പോഴും എനിക്ക് ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയൊക്കെ ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ലാറ്റിൻ കാത്തലിക് ചർച്ചിലെ കുറേ പിതാക്കന്മാരും ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒത്തിരി സപ്പോർട്ടാണ് അവർ, ഭയങ്കര സപ്പോർട്ടാണ്. സീറോ മലബാർ സഭയിലെ വൈദികരും പിതാക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. റാഫേൽ തട്ടൽ ഒത്തിരി പിതാക്കന്മാരൊക്കെ
ഒത്തിരി സപ്പോർട്ടാണ്. അപ്പം ഞാൻ ഈ മെസ്സേജുകളൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ എ പർട്ടിക്കുലർ ഡിനോമിനേഷൻ ആയില്ല. ഇത് ഈശോ എനിക്ക്, ഞാൻ എല്ലാ അച്ഛന്മാരോടും പിതാക്കന്മാരോടും പറയുന്നൊരു കാര്യം ഇതായിരുന്നു, എനിക്ക് ഈശോ തരുന്ന മെസ്സേജുകളൊന്നും അതൊരു ഒരു പർട്ടിക്കുലർ കോൺഗ്രിഗേഷന് വേണ്ടി മാത്രമല്ല. ഇറ്റ്സ് ഫോർ ദ ഹോൾ പീപ്പിൾ, എവ്രി വൺ. ഈശോ എല്ലാവരുടെയുമാണ്. ഈശോ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെയുമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഈശോ എല്ലാവരുടെയുമാണ്, എൻ്റെ ഈശോ എല്ലാവർക്കും ഉള്ളവനാണ്, എൻ്റെ ഈശോ എല്ലാവരുടെയുമാണ്, എൻ്റെ ഈശോ എല്ലാവർക്കും ഉള്ളവനാണ്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ഈശോയാണ്. എൻ്റെ ഈശോയാണ്, പക്ഷെ ഈശോ എല്ലാവർക്കും എല്ലാമായി തീർന്നവനാണ്. ഹല്ലേലൂയ പറഞ്ഞേ, എൻ്റെ ഈശോ എല്ലാവർക്കും എല്ലാമായി തീർന്നവനാണ്. എല്ലാവർക്കും എല്ലാമായി തീർന്നവനായ എൻ്റെ കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈശോ പലപ്പോഴും ഈ സന്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹം എത്ര മാത്രമാണ് നമുക്ക് ആ ഒരു മെസ്സേജുകൾ തരുമ്പം തന്നെ ഈശോ നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ സൺഡേസിൽ ഇന്ന് ഞാൻ ഈ സൺഡേ മീറ്റിങ്ങിന് എന്ത് വചനം കൊടുക്കണം ഈശോയെ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഈശോ 1 Corinthians 15:10 നീ ആ വചനം മാത്രം ഒന്ന് ഓർത്താൽ മതി എന്ന് ഈശോ ആദ്യം പറഞ്ഞു. ബാക്കി ഞാൻ നൽകിക്കോളാം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നുള്ള ആ ഒരു വചനം. ഈ ആ വചനം മാത്രം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തേ. നിങ്ങൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കണേ തന്നെ 10 മാസം അല്ലേ, ഒരു അമ്മയുടെ ഉദരത്തിൽ, ഓരോ ദിവസം ദൈവകൃപയല്ലേ. ഈ ഭൂമിയിൽ ജനിച്ചു, നിങ്ങൾ ഭൂമിയിൽ ജനിച്ച സമയത്ത് എത്രയോ വർഷം അനേകർ പരിപാലിച്ചു നിങ്ങളെ അല്ലേ, അപ്പനും അമ്മയും കുടുംബത്തിലുള്ളവർ നിങ്ങളെ പരിപാലിച്ചു. അതെല്ലാം ദൈവകൃപയാണ്. നമ്മൾ എന്തായിരിക്കുന്നു അത് മൊത്തം ദൈവകൃപയാണ് സഹോദരങ്ങളെ. എവറിത്തിങ് കെയിം ത്രൂ ഹിസ് ഗ്രേസ്. കർത്താവിൻ്റെ കൃപയാണ് മൊത്തത്തിൽ നമ്മളെ പരിപാലിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ അവിടെ ഒരു സംഭവം ഇല്ല. ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അന്ന് തൊട്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ പൂർണ്ണമായി ആവസിക്കുകയാണ്. ഇന്ന് വേറെ ഒന്നും പറയണമെന്ന് ഈശോ പറഞ്ഞു. ഞാൻ വേറൊരു വചനം എടുക്കാൻ പോയത്, പക്ഷേ ഈശോ പറഞ്ഞു ഇന്ന് വേറെ ഒന്നും പറയണ്ട. നമ്മൾ എപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു അന്ന് മുതൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ആവസിക്കുകയാണ്. അതാ ഈശോ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. ഇപ്പം നമ്മൾ ഓർക്കും, നിങ്ങളൊരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടൊക്കെ നടക്കുന്ന ഒരു ഫാമിലിയിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓർക്കും, എനിക്ക് ഫൈറ്റ് ചെയ്ത് എനിക്ക് ആ സ്വത്ത്, ഈ സ്വത്തൊക്കെ പണ്ട് വെട്ടിപ്പിടിച്ചവരൊക്കെ എവിടെ പോയി? കുറെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് നടന്ന ഫാമിലിയായിരുന്നു എൻ്റെ ഫാമിലി. പക്ഷെ എൻ്റെ പാപ്പനും എൻ്റെ ചാച്ചന്മാരും എൻ്റെ ഫാദറും അവരെല്ലാം കർത്താവിൻ്റെ സന്നിധി ചെന്നു. എന്ത് പ്രയോജനമുണ്ട്? വെട്ടിയും ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഇതിനും വേണ്ടിയൊക്കെ ബഹളം വെച്ചവരൊക്കെ എവിടെ ഇപ്പോൾ? Did they take anything from this world? No, nothing. അപ്പം അവർ തമ്മിൽ വഴക്കുണ്ടായതും അവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളിലും അവസാനം എവിടെയായി? വെള്ളത്തിൽ വരച്ച വര പോലെയായി അല്ലേ? സോ ഇറ്റ് മീൻസ് നത്തിങ്. They didn't take anything. Absolute nothing. ഈ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വേറുറപ്പിക്കപ്പെടട്ടെ. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാണ്. ഞാൻ ഈ ഭൂമിയിൽ വന്നത് തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എല്ലാം ഞാനാണ്, എൻ്റെ എല്ലാം കഴിവുണ്ട്. ഇവിടെ എൻ്റെ പൊന്നു സുഹൃത്തെ, സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ നിൽക്കുന്നത് മൊത്തം കൃപയാൽ. എവറിത്തിങ് ഈസ് അണ്ടർ ഗോഡ്സ് ഗ്രേസ്. നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ വർക്ക് നിങ്ങൾ ചിന്തിക്കും നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്നാ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നായി പറയുന്നേ? There are limited things that you can control. മുഴുവനും ദൈവത്തിന്റെ കൺട്രോളിലാണ്. ഇന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഭാഗത്തെയും കൂടെ കർത്താവിന്റെ കരങ്ങളിലോട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് കർത്താവിനോട് എങ്ങനെ പറയാം, കർത്താവേ, ഞാൻ ഇന്ന് ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. അവിടുത്തെ കൃപയുടെ അഭിഷേകം കൊണ്ട് എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ, എൻ്റെ ശരീരത്തെ നിറയ്ക്കണമേ, എൻ്റെ മനസ്സിനെ നിറയ്ക്കണമേ, എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ലൈഫിനെ നിറയ്ക്കണമേ കർത്താവേ. ഈശോയെ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ പൂരിതനാക്കണമേ, അവിടുത്തെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ കർത്താവേ. ഇങ്ങനെ പറയുക, ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ആത്മാവിൽ നിറയപ്പെടട്ടെ, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിൽ നിറയപ്പെടട്ടെ, ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലൂടെ ഒഴുകി ഇറങ്ങട്ടെ, അനേക വ്യക്തികളിലേക്ക് ഈ അഭിഷേകം പകരപ്പെടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയൊരു സ്വാതന്ത്ര്യം ആ സമയത്ത് നമ്മുടെ ആത്മാവിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും.
ചിലപ്പം കർത്താവ് നിങ്ങളോട് ഫൊർഗീവ് ചെയ്യാൻ, ലെറ്റ് ഗോ ചെയ്യാനും ആയിരിക്കും പറയും. കർത്താവ് എനിക്ക് ഈ ശുശ്രൂഷയൊക്കെ തരുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ മരിച്ചുപോയൊരു ടൈമിൽ പപ്പ ചെയ്തൊരു ബിസിനസ്സിൽ വലിയൊരു നഷ്ടം വന്നായിരുന്നു. അപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. അപ്പം ആ പൈസ ഞങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയായിരുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ കേസുകളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കേസിൻ്റെ കാര്യം അറിയാമല്ലോ. കീഴ്ക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഭയങ്കര പ്രൊസീജിയറുകളാണ്. അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് പലരും സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, യു ഹാവ് ടു ലെറ്റ് ഗോ. ലോകത്ത് ആരും അത് ചെയ്യത്തില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ലെറ്റ് ഗോ ചെയ്യണം, യു ഹാവ് ടു ലെറ്റ് ഗോ. ബട്ട് ലോകത്തുള്ള മനുഷ്യർ പറയും, ദാറ്റ്സ് എ ബ്ലണ്ടർ, യു ഷുഡന്റ് ഡു ദാറ്റ്. എന്തിന് ലെറ്റ് ഗോ ചെയ്യണം? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സംഭവം നിങ്ങൾക്ക് വേണ്ടേ? മാനുഷികമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ നിലയിൽ ഞാൻ അതിന് ഫൈറ്റ് ചെയ്യാൻ പോകും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നോട് പറയുന്നു, യു ഹാവ് ടു ലെറ്റ് ഗോ. അവിടെ ഞാനൊരു പരാജയമാണെന്ന് ലോകം പറയും. പക്ഷെ ആ പരാജയത്തെ എന്നോട് ചേർന്ന് നീ അതിനെ ഓവർകം ചെയ്യും. ഇറ്റ് വാസ് സോ ഹാർഡ്. അതിന് യാതൊരു ആവശ്യമില്ലായിരുന്നു എല്ലാവരും പറയും. പക്ഷെ കർത്താവ് ആവശ്യപ്പെട്ട ആ ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. കർത്താവിനോട് ആവശ്യപ്പെട്ടത് ലെറ്റ് ഗോ, ലെറ്റ് ഗോ, ലെറ്റ് ഗോ, ലെറ്റ് ഗോ ആൻഡ് ലീവ്. ഐ ആം യുവർ പ്രൊവിഷൻ, ഐ ആം യുവർ പ്രൊവിഷൻ, ഐ ആം യുവർ പ്രൊവിഷൻ. ഞാനാണ് നിന്റെ പ്രൊവിഷൻ, നീ എനിക്ക് വേണ്ടി നിലനിൽക്കണം. ബാക്കിയുള്ളവരൊക്കെ വിജയിച്ചു, നമ്മൾ. പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യം അതിശക്തമായിട്ട് പിന്നീട് അനുഭവിക്കാൻ വേണ്ടി പറ്റി. അപ്പം ദൈവത്തിൻ്റെ വലിയ സമാധാനമുള്ളതെന്ന് അറിയപ്പെടുകയാണ്. ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് ടേക്കൺ. There are ways that God can bless you. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ നമ്മുടെ ലിമിറ്റഡ് തിങ്കിങ്ങിനകത്തല്ല. ദൈവത്തിന് പല വാതിലുകളും പല സംഭവങ്ങളുണ്ട്. അത് ദൈവം തുറന്നു തരും. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു യൂറോപ്പിൻ്റെ അമേരിക്കയുടെയും കത്തോലിക്ക സഭയുടെ ഒരു കൂട്ടായ്മയുടെ ഇന്റർനാഷണൽ കോർഡിനേറ്ററായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പല പള്ളികളിൽ പോയി ധ്യാനം നടത്താനും ശുശ്രൂഷ നടത്താനും. പക്ഷെ ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞു, റിസൈൻ ഫ്രം ദാറ്റ് പൊസിഷൻ. എല്ലാ വചന പ്രഘോഷകരും ശുശ്രൂഷകരും ഇങ്ങനെ പറയും, എടാ നീ എന്നെ വർത്താനം ഈ പറയുന്നത്, ഇത്രയും പൊസിഷൻ നിനക്കുണ്ട്. അമേരിക്കയുടെ കോർഡിനേറ്ററാണ്, അമേരിക്ക നിനക്ക് എവിടെയെല്ലാം പോയി പ്രോഗ്രാം നടത്താം. യൂറോപ്പിൻ്റെ കോർഡിനേറ്ററാണ്, യൂറോപ്പിൽ എത്രയോ രാജ്യങ്ങളിൽ പോയി നിനക്ക് പ്രോഗ്രാംസ് നടത്താം. പക്ഷെ ഈശോ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം, യു ഷുഡ് റിസൈൻ ആൻഡ് സ്റ്റാർട്ട് വർക്ക്. അപ്പം ഫുൾ ടൈം ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി റിസൈൻ ചെയ്ത് വർക്കിന് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് പറയും, മനുഷ്യർ പറയും, ഇവൻ ദൈവത്തിന്റെ ആത്മാവൊന്നും അല്ല കേട്ടോ, ഇത് വേറെ എന്തോ ആണ് ഇവനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ ഫുൾ ടൈം ജോലിക്ക് കയറി. കർത്താവ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തു. എന്നെ മാനേജറായിട്ട് വന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ നല്ല കടുകെട്ടിയ ആൾക്കാർ, ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഞാൻ തന്നെ ഓർത്ത്, കർത്താവ് ഇത് നീ തന്നെയാണോ എന്നോട് പറഞ്ഞേ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നൽ കാരണം ഞാൻ കാണിച്ച മണ്ടത്തരാണോ ഇത്? ഒബിയസ്ലി എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം മിനിസ്ട്രി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേറെ സാമ്പത്തികമായ സപ്പോർട്ടൊന്നുമില്ല. കുറച്ച് നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്നു, ശുശ്രൂഷകളും പള്ളിയിൽ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു, ശുശ്രൂഷയും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനകത്ത് 100 പൊളിറ്റിക്സും 100 കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ഓടി നടക്കുക. എവിടെയെങ്കിലും വായിച്ചിട്ട് വണ്ടിക്കൂലിക്ക് എന്തെങ്കിലും കിട്ടിയാലേ അത്രയേ ഉള്ളൂ നമ്മൾ. പക്ഷെ 100 പൊളിറ്റിക്സ് ആണ് ഈ ശുശ്രൂഷ മേഖലയിൽ. അപ്പം ഈ വർക്കിന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രഗിള്. കാരണം പലതരത്തിലുള്ള കാര്യത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വരെ കടന്നു പോകാത്ത സ്ട്രഗിൾസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം പ്രാർത്ഥിക്കാൻ, നമ്മൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവിടുത്തെ ഓരോ ഇഷ്യൂസും സ്ട്രഗിൾസും കാര്യങ്ങളും. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത്, എനിക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓരോ വചനങ്ങൾ നൽകി ഗൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് പാശ്ചാത്യ ലോകത്താകട്ടെ, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ വർക്ക് ചെയ്യാൻ വന്നിട്ട് അവിടെയുള്ള വർക്ക് പ്രഷറുകളും സ്ട്രഗിളുകളും സ്ട്രെസ്സും
അതെത്ര മാത്രമാണെന്ന് എനിക്ക് പിടികിട്ടി. എത്ര മാത്രമുണ്ട്. അതിനകത്തുകൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ വിഷമങ്ങൾ, വേദനകൾ, നാട്ടിലുള്ള മനുഷ്യരുടെ വിഷമങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ. പണ്ട് ഞാൻ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു, സ്ട്രീറ്റിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. അപ്പം ഈ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട നേഴ്സിംഗ് ഹോമുകളിൽ അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുകയും വർക്ക് ചെയ്യുന്ന മനുഷ്യർ കടന്നു പോകുന്ന സ്ട്രെസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് റിലീജിയൻ കൊടുക്കുന്ന ആ ഒരു മെസ്സേജിൽ നിന്ന് ജീസസ് ആഗ്രഹിക്കുന്ന മെസ്സേജിലേക്ക് എനിക്ക് വരാൻ പറ്റിയത്. അപ്പൊ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ മെസ്സേജ് അത് കേൾക്കണമെങ്കിൽ അതിനൊരു പിന്നൊരു കാരണം കർത്താവ് തന്നൊരു ട്രെയിനിങ്ങാണ്. ഞാൻ വന്ന് അതേ റിലീജിയസ് മൈൻഡ് സെറ്റിൽ വന്ന് വെറും ഒരു റിലീജിയസ് പ്രീച്ചർ ആയിരുന്നെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാം പാപമാണ്, എല്ലാം തെറ്റാന്ന് പറഞ്ഞ് ആ ഒരു ആംഗിളിൽ മനുഷ്യർ കടന്നു പോകുന്ന എന്താന്ന് പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ വെറും ഒരു റിലീജിയസ് പ്രീച്ചറായി പോനെ. റിലീജിയസ് പ്രീച്ചറിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന പ്രീച്ചറിലേക്ക് വരുന്നതിന് വേണ്ടിയായിരുന്നു കർത്താവ് എന്നോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് ഉണ്ടായത്. നിങ്ങൾ കേട്ട സന്ദേശങ്ങൾ, മെസ്സേജുകൾ, അതുപോലത്തെ ഇടിവെട്ട് ഇഷ്യൂസിനകത്തൂടെ സാധനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് സംസാരിച്ച മെസ്സേജുകൾ കുറേ വർഷങ്ങൾ. അപ്പം അത്രയും മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുവാൻ ഇടയായി തീർന്നു. ആ മെസ്സേജുകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് വലിയ വചനപ്രഘോഷകരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, നീ വല്ല ഉപവാസ പ്രാർത്ഥനയിൽ 5-6 ദിവസം ഇരിക്കുമായിരിക്കും അല്ലേ, പരിശുദ്ധാത്മാവ് ഇത്ര ശക്തമായിട്ട് നിന്നോട് സംസാരിക്കുവാൻ. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. കാരണം ഒരു ഉപവാസ പ്രാർത്ഥനയല്ലായിരുന്നു, നേരെ നിൽക്കാൻ വയ്യാതെ വണ്ണം ജോലി സ്ഥലത്ത് നെട്ടോട്ട് ഓടുന്ന സമയമായിരുന്നു. ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പോലും പറ്റാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. നാട്ടു ഒടിഞ്ഞ് പണിയെടുക്കുന്ന സമയമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാരവെപ്പും ഇഷ്യൂസും നാട്ടിലെ ഇഷ്യൂസും അതും ഇതും എല്ലാം കൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന്, മോനെ, ഐ ലവ് യു സോ മച്ച്, ടെൽ മൈ പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ദ സെയിം തിങ്, ഐ ലവ് ദം, യു ടെൽ ദം. ഞാൻ അവരുടെ കൂടെയുണ്ട്. അവർ ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, ആരുമില്ലാതെ അവർ വിഷമിക്കുമ്പോൾ, അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധന. പ്രീച്ച് ദ ട്രൂത്ത്. ഈ സത്യം നീ പ്രസംഗിക്കുക, ഞാൻ കൂടെ നിൽക്കാം. ഈ മെസ്സേജ് കേൾക്കുന്ന രോഗികൾ സൗഖ്യമാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. കാരണം ഇത് സത്യമാണ്. ദിസ് ഇസ് ദ എക്സ്പീരിയൻസ് ഐ എം ഷെയറിംഗ്. ആൻഡ് ലോർഡ് വിൽ ഹീൽ യു. 10 ധ്യാനം കൂടുന്നതിനേക്കാളും വലിയൊരു ശക്തി സഹനത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ കുടുംബത്തിനായി ഓടുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളുടെ ആരാധനയെ സ്വീകരിക്കും. ഈ 2 സാക്ഷ്യം ഞാൻ പറയണമെന്ന് ഓർത്തല്ല, പക്ഷേ കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പറയാനുള്ള ഒരേ ഒരു കാരണം, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ്. ദിസ് ഈസ് മൈ മെസ്സേജ്. നിങ്ങൾ ഇത് തന്നെ പറയുക, നിങ്ങൾ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ്. ഇവിടെ അഹങ്കരിക്കാനോ മേന്മ പറയാനോ ഒന്നുമില്ല. നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ്. And one more thing I want to add, Jesus is not a religion. Jesus is a reality. He doesn't want you to be getting into a Old Testament religious mindset. He wants you to be in a relationship. There is a significant difference between being religious and having a relationship with Christ. Christianity is not a religion. It is a relationship with the Heavenly Father. It is not a religion. It is a relationship with Jesus. ഈശോയായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കർത്താവ് ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഈ ബന്ധത്തിൽ ഈശോ നിങ്ങളെ, കാരണം ഈശോ മനുഷ്യ ശരീരത്തിൽ കടന്നു വന്ന് മനുഷ്യൻ കടന്നു പോകുന്ന ടെംപ്റ്റേഷനുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തും, സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. ഈശോ നിങ്ങൾക്ക് എതിരല്ല, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോധ്യമായിരിക്കണം നമ്മളെ പരിശുദ്ധ കുർബാനയിലേക്ക് എത്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സഹായിക്കുന്ന, എൻ്റെ ജോലി സ്ഥലത്തും വീട്ടിലും എൻ്റെ ഓരോ പ്രശ്നത്തിലും എന്നെ റിസോൾവ് ചെയ്യിക്കുന്ന, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തെ സ്വീകരിച്ച് അവൻ്റെ ആത്മാവിൽ വിശ്രമിക്കുവാൻ വേണ്ടി ഞാൻ ദേവാലയത്തിലേക്ക് ഓടിക്കടന്നു. അവിടെ കുർബാന അർപ്പിക്കുന്ന വൈദികൻ എത്ര പ്രായം കുറഞ്ഞ വ്യക്തിയാണോ പ്രായം കൂടിയ വ്യക്തിയാണോ നോക്കിയല്ല, ഏത് മനുഷ്യനുമാകട്ടെ, അവിടെ എന്നിലേക്ക് വരുന്ന എൻ്റെ ഈശോയല്ലേ. അവിടെ ഈശോയ്ക്കാണ് പ്രാധാന്യം.
ആ അച്ഛൻ്റെ കുർബാന ഭയങ്കര എഫക്റ്റാണ്. ആ അച്ഛനിലേക്കാണ് എഫക്റ്റ് പോയേക്കുന്നത് നിങ്ങളുടെ. ആ വചനപ്രഘോഷകൻ എന്തോ ഒരു പ്രസംഗമാണ്. ആ വചനപ്രഘോഷങ്ങളിലേക്കാണ് നിങ്ങൾ പോയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വിഗ്രഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കും ഏതെങ്കിലും രൂപങ്ങളെയും ഏതെങ്കിലും ദൈവത്തിന് ഏതെങ്കിലും പ്രതിമ പോലെ ഉണ്ടാക്കിയ ഒരു സംഭവത്തെ അല്ല പുതിയ നിയമം വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പുതിയ നിയമം പറയുന്ന വിഗ്രഹം നമ്മുടെ മനസ്സിൽ ഈശോയുടെ സ്ഥാനത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇരുത്തുന്ന ചില ശ്രേഷ്ഠരെയാണ്. അവരെ നമ്മൾ നോക്കിയിട്ട് ഉയ്യോ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കുകയല്ലേ. ആ സംഭവത്തിനെതിരാണ് അപ്പോസ്തലനായ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നത്, കുഞ്ഞുമക്കളെ നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകലുക. നമ്മൾ ഓർക്കുന്ന പെന്തക്കോസ്തുകാർ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും രൂപങ്ങളൊക്കെയാണ്. പുതിയ നിയമം പറയുന്ന ഏറ്റവും വലിയ വിഗ്രഹം എന്നാണെന്നറിയാമോ? പുതിയ നിയമം പറഞ്ഞ ഏറ്റവും വലിയ വിഗ്രഹം എന്തുവാ? പുതിയ നിയമം പറഞ്ഞ ഏറ്റവും വലിയ വിഗ്രഹം നിങ്ങളുടെ ആശ്രയത്വം ക്രിസ്തുവിൽ നിന്ന് വേറെ എന്തിലെങ്കിലേക്കും പോയോ? അതാണ് നിങ്ങളുടെ വിഗ്രഹം. നിങ്ങളുടെ ആശ്രയത്വം ഈശോയിൽ നിന്ന് വേറെ എന്തിലെങ്കിലേക്കും പോയോ? ഏതെങ്കിലും വ്യക്തിയിലേക്ക് പോയോ? ഏതെങ്കിലും വ്യക്തിയിലേക്ക് പോയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കൗൺസിലറാകാം, ഒരു വചനപ്രഘോഷകനാകാം, ഒരു പ്രഭാഷകനാകാം, ആ വ്യക്തിയാണ് നിങ്ങളുടെ സ്രോതസ്സെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആ വ്യക്തി ഇനി കാണുമ്പോൾ ആ വ്യക്തിയുടെ കൈ ഒന്ന് നീട്ടിക്കാണിക്കാൻ ചെയ്യണം. ആ കൈ അങ്ങ് പിടിച്ചിട്ട് ആ കൈയുടെ നടുവിൽ ഒരു തുളയുണ്ടെന്ന് നോക്കണം. ആ തുളയുണ്ട്, കൈയുടെ തേടിയില്ലേ ഒരു തുള. അങ്ങനെ കുത്തി തുളയ്ക്കപ്പെട്ട കൈകളുള്ള ഏതെങ്കിലും ഒരു വചനപ്രഘോഷകനോ വൈദികനോ ഏതെങ്കിലും ഒരു സഹോദരനോ കൗൺസിലറോ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, അങ്ങനെ ആരുമില്ലല്ലോ, അങ്ങനെയുള്ള ഒരാളേ ഉള്ളൂ. അതാരാ? ഈശോ. ആ ഈശോയിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം. ആ ഈശോയിലൂടെ എനിക്കെല്ലാം ഉണ്ട്. മോശയിലൂടെ നിയമം നൽകപ്പെട്ടു, കൃപയും സത്യവും ഈശോയിലൂടെ ഉണ്ടായി. ആ ഈശോ ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ സ്നേഹം നിമിത്തം നമ്മൾ വൈദികരോട് എളിമയോടെ ഇടപെടും, അവരെ സ്നേഹിക്കും. വചനപ്രഘോഷകരോട് എളിമയോടെ ഇടപെടും, അവരെ സ്നേഹിക്കും. എത്ര വലിയ വചനപ്രഘോഷകനാണെങ്കിലും അവിടെ ഈശോ പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ ഈശോയിൽ ആനന്ദിക്കും. അവിടെ നമ്മുടെ സോഴ്സ് ആ വ്യക്തിയല്ല, അവിടെ നമ്മുടെ സോഴ്സ് ഈശോയായി മാറി. അവിടെ നമ്മുടെ ആനന്ദം ഈശോയായി മാറി. അവിടെ ഈശോ പ്രസംഗിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ ഈശോയുടെ നാമം ഉയർത്തപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈശോയുടെ നാമം ഉയർത്തപ്പെടുമ്പോൾ അവിടെ മാനസാന്തരങ്ങൾ സംഭവിക്കും, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെ അടയാളങ്ങൾ സംഭവിക്കും, അവിടെ രോഗസൗഖ്യങ്ങൾ സംഭവിക്കും, അവിടെ വിടുതലുകൾ നടക്കും. കാരണം ഈശോ അതിനെല്ലാം വേണ്ട വില മുഴുവനും കാൽവരി മലമുകളിൽ നഗ്നനാക്കപ്പെട്ട് അടിയേറ്റ് പീഡനമേറ്റ് പരിഹസിക്കപ്പെട്ട് അടിച്ചു തകർക്കപ്പെട്ട് പരിക്കേൽപ്പിക്കപ്പെട്ട് അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ട് മുൾക്കിരീടം അണിയിക്കപ്പെട്ട് ഈ സഹനങ്ങളെല്ലാം സ്വർഗത്തിന്റെ രാജാവ് ഈ ഭൂമിയിൽ വന്ന് അനുഭവിച്ചതിലൂടെ, സ്വർഗത്തിന്റെ രാജാവിന് ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇത് മുഴുവനും സ്വർഗത്തിന്റെ രാജാവ് ഈ ഭൂമിയിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനു വേണ്ടി അനുഭവിച്ചു. സ്വർഗത്തിന്റെ രാജാവിന് ഇത് മുഴുവൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു? ഇല്ല. പക്ഷെ സ്വർഗത്തിന്റെ രാജാവ് ഇത് മുഴുവനും അനുഭവിക്കുകയാണ്. ഇത് മുഴുവൻ അനുഭവിക്കുന്ന എന്തിനാ സ്വർഗത്തിന്റെ രാജാവ് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ഈ മണ്ഡലത്തിൽ വന്ന് ശരീരം സ്വീകരിച്ച് ഈ പീഡനങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയത്? സെയിന്റ് പോൾ പറയുകയാണ്, എൻ്റെ ഈ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവനെ നൽകുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഫോർ മീ ഹി കെയിം ഡൗൺ. ഞങ്ങളെന്ന് പറയുന്നില്ല, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ബലിയായി തീരുകയും എൻ്റെ ആത്മാവിനെ ലിബറേറ്റ് ചെയ്യുവാൻ, വീണ്ടെടുക്കുവാൻ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലോട്ട് കടന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ തനിച്ചല്ലേ വന്നേ? ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ വന്നു, നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. നിങ്ങളുടെ ആത്മാവിനെ രക്ഷ നൽകുന്നതിന് വേണ്ടി ഈശോയെ തന്നെ പൂർണ്ണമായി നൽകി. ആ നൽകിയത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ ആത്മാവിനുള്ള വിലയാണ്, നിങ്ങളുടെ ആത്മാവിനുള്ള വാല്യൂ ആണ്.
അത്രമാത്രം വലിയ വില ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എത്രയോ വിലപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിന് എത്രയോ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിന് എത്രയോ വേണ്ടപ്പെട്ടവരാണ്. ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ, ഒരു ക്രിസ്ത്യൻ പ്രീച്ചർ, അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഒരു ക്രിസ്ത്യാനിയെ നോക്കിക്കാണുമ്പോൾ ഭയത്തോടുകൂടി വേണം നോക്കിക്കാണാൻ ഞാൻ പറയും. പലപ്പോഴും ഒരു കമ്മോഡിറ്റി ആയിട്ട് വെറും ഒരു അൽമായൻ, ഒരു സ്ലേമാൻ, ഒരു സാധാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞങ്ങ് തള്ളാറുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ എന്ത് വലിയ ഭയാനകമായ പേടിപ്പിക്കുന്ന സംഭവം എന്നറിയോ? ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത, ദൈവത്തിന്റെ ക്രോധം ഭൂമിയിലോട്ട് കൊണ്ടുവരുന്ന സംഭവം അത്. നമുക്ക് ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നത് വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. ഒന്നുമല്ല, ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിൽ ഇറങ്ങുന്നത് ഞാനൊരു ക്രിസ്ത്യൻ പ്രീച്ചറാണ്. ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ വില കുറയ്ക്കുകയോ നിങ്ങളുടെ ആ ഒരു വിലയെ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ബിക്കോസ് യു ആർ വാല്യുബിൾ ഫോർ ക്രൈസ്റ്റ്. യു ആർ സോ വാല്യുബിൾ ഫോർ ക്രൈസ്റ്റ്. യു ആർ സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ക്രൈസ്റ്റ്. നിങ്ങൾക്കുള്ള വില വലുതാണ്. ഭയങ്കര വിലയാണ് ദൈവം നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവം വലിയ വില ഇട്ടിരിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ആൾക്കാർ പറയും, അങ്ങനെ വിലയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പൊങ്ങിപ്പോകത്തില്ലേ. അതാണ് മോശയുടെ ആ സ്പിരിറ്റ് കയറുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുക, അങ്ങനെയൊന്നും പറയണ്ടെന്നേ. മനുഷ്യനെ ഇടിച്ചു താഴ്ത്തണം, ചവിട്ടി താഴ്ത്തണം. അവന്റെ ഉള്ളിൽ അവൻ ഒന്നുമല്ല എന്നൊരു ചിന്ത ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് അടുക്കത്തുള്ളൂ. ഇതാണ് പഴയ നിയമ ചിന്താഗതി. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ദൈവം പറയുക, മറ്റുള്ളവർ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കാണുക. വാവ്! നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തിയിൽ ക്രിസ്തു ഇരിപ്പുണ്ടെന്നുള്ള ബഹുമാനത്തിൽ അവനിലെ ക്രിസ്തുവിന്റെ വലിപ്പത്തെ കാണുക. അവനെ ശ്രേഷ്ഠനായി കാണുക. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ 1 പത്രോസ് 2:9 നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും ദൈവത്തിന്റെ വിശുദ്ധ ജനതയും രാജകീയ പുരോഹിതരുമാണ്. ബ്രദറെ അത് പറയുന്നത് പുരോഹിതന്മാരെ കുറിച്ചല്ലേ? അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന സഭയിലെ സാധാരണക്കാരെ നോക്കിയാൽ നിങ്ങൾ രാജകീയ പുരോഹിതർ. അപ്പം പള്ളിയിലെ പുരോഹിതർ എന്താ ചെയ്യുന്നത്? ദി ആർ ഇൻ ശുശ്രൂഷ പൗരോഹിത്യം. അതിന്റെ വ്യത്യാസം എന്നാ? ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ളവർ ചെയ്യുന്നത് യേശുവിന്റെ നിർമ്മലമായ കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും രാജകീയ പുരോഹിതർക്ക് വിഭജിച്ച് നൽകുകയാണ്. കർത്താവിനെ പങ്കുവെച്ച് നൽകുകയാണ്. അതിനുവേണ്ടി അവരെ തന്നെ നിർമ്മലമായി സമർപ്പിക്കുകയാണ് ആ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക്. രാജകീയ പുരോഹിതരായ നിങ്ങൾക്ക് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും വിഭജിച്ച് കർത്താവിനെ തന്നെ നിങ്ങൾക്ക് പങ്കുവെച്ച് നൽകുന്നതിന് വേണ്ടി. അപ്പൊ രാജകീയ പുരോഹിതരുടെ ശുശ്രൂഷ എന്താ? നിങ്ങളാണ് റോയൽ പ്രീസ്റ്റ്. യു ആർ രാജകീയ പുരോഹിതർ. നിങ്ങളുടെ ദൗത്യം എന്താ? ലോകം മുഴുവനും പോയി യേശുവിനെ പ്രസംഗിക്കുക. അതാണ് ഓരോ വിശ്വാസിയിലും ദൈവം തന്നിട്ടുള്ള കോളിംഗ്. ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് വൈദികനോട്, ഈ ഭൂമിയിലുള്ള കത്തോലിക്ക സഭയുടെ അല്ല, ഏത് വിഭാഗത്തിന്റെ ഫൗണ്ടർ, അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ചോ, ദേ വിൽ ഗൈഡ് യു ഇൻ ദ റൈറ്റ് പാത്ത്. അവരത് തന്നെ പറയത്തുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനാണിതല്ല. നമ്മളാണ് സുവിശേഷ പ്രഘോഷകർ. നിങ്ങളിലൂടെയാണ് ഈ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കപ്പെടേണ്ടത്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പോൾ കേവലം പ്രസംഗം മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലൂടെയും ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ അനേകരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, ഇന്നത്തെ ഈ ഒരു സൺഡേ ഈവനിങ് പ്രയറിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കുറേ നേരം ഈ സഹോദരങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ കുറച്ചു പേരെ ഉള്ളെങ്കിലും അവരോട് ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുവാൻ അവിടെ നൽകിയ ഒരു അവസരത്തിന് നന്ദി പറയുന്നു. ഇത് അനേകർക്ക് വേണ്ടിയുള്ള വലിയൊരു മാഗ്നിറ്റ്യൂഡ് മെസ്സേജ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. കർത്താവെ, അവിടുന്ന് വളരെ കുറച്ചു പേർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയ ഈ ഒരു മെസ്സേജിനായി ഞാൻ നന്ദി പറയുന്നു. ഇത് അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും വലിയ പരിവർത്തനം ഉണ്ടാക്കുവാനിടയായി തീരട്ടെ. ഇതിലൂടെ ഈശോയുടെ അഭിവാജ്യ ഘടകമാണ് അവരെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ലഭിച്ച് ഈശോ അവർക്ക് അന്യനല്ല, ഈശോയ്ക്ക് നിങ്ങൾ അന്യരല്ല, പരദേശിയല്ല, സ്വന്തം മകനാണ്, മകളാണ് എന്നുള്ള തിരിച്ചറിവിൽ
ആ ഒരു പവറിൽ, ആ ഒരു അതോറിറ്റിയിൽ ജീവിക്കുവാനുള്ള വലിയൊരു ഗ്രേസ് ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോരുത്തരിലും നിറയപ്പെടട്ടെ. സുവിശേഷത്തിന്റെ അഗ്നിയിൽ ഇവരെ കത്തിജ്വലിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. അമ്മ മാതാവേ, അമ്മയുടെ ശക്തമായ പ്രാർത്ഥന ഓരോ മക്കൾക്ക് വേണ്ടിയും ഓരോ കുടുംബത്തിനു വേണ്ടിയും ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മയുടെ ആ നിരന്തര പ്രാർത്ഥനകൾ ഞങ്ങൾ യാചിക്കുന്നു. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. 2 മണിക്കൂറോളം നിങ്ങൾ ഈ മെസ്സേജ് കേട്ടു. ഒത്തിരി നന്ദി. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. നാട്ടിൽ ഒത്തിരി ടൈം ലേറ്റ് ആയെന്ന് എനിക്കറിയാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് അനേകർ ഈശോനെ കൂടുതൽ അനുഭവിച്ചറിയാൻ ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.